ശാന്തി. ഇന്ന് 8/1/2025 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, बाप की श्रीमत तुम्हें 21 पीढ़ी का सुख दे देती है. इतनी न्यारी मद बाप के सिवाय कोई दे नहीं सकता. तुम श्रीमत पर चलते रहो. അപ്പോൾ ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമതം നിങ്ങളെ 21 ജന്മത്തേക്ക് അല്ലെങ്കിൽ 21 തലമുറയെ നിങ്ങൾക്ക് സുഖം തരുന്നതാണെന്ന് പറയാം ബാബ. ഇത്രയും വേറിട്ടൊരു മതം ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ ശ്രീമതത്തിലൂടെ നടന്നുകൊണ്ടിരിക്കൂ. പ്രശ്നം: अपने आप को राज तिलक देने का सहज पुरुषार्थ क्या है? അപ്പോൾ ബാബ ചോദ്യം ചോദിക്കാണ്, സ്വയം സ്വയത്തിന് രാജതിലകം നൽകുന്നതിനായി ചെയ്യുന്ന സഹജമായ പുരുഷാർത്ഥം എന്താണ്? ഉത്തർ: अपने आप को राज तिलक देने के लिए बाप की जो शिक्षाएं मिलती है उन पर अच्छी रीति चलो. इसमें आशीर्वाद व कृपा की बात नहीं. അപ്പോൾ ബാബ പറയാണ്, ഉത്തരം ബാബ പറയാണ്, സ്വയം സ്വയത്തിന് രാജതിലകം നൽകുന്നതിനായി ബാബ നമ്മൾക്ക് എന്തെല്ലാം ശിക്ഷണങ്ങളാണോ തന്നിട്ടുള്ളത്, അതായത് എന്തെല്ലാം പഠിപ്പുകളാണോ ബാബ നമുക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ബാബയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പാഠങ്ങളാണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിലൂടെ നല്ല രീതിയിൽ നടക്കൂ. ഇസ്മേം ആശീർവാദ് വ കൃപാക്കി ബാത്ത് നഹി. ഇതിൽ ആശീർവാദത്തിൻ്റെയോ കൃപയുടെയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. അതായത് ബാബ ആശീർവദിക്കുക, ബാബ കൃപ കാണിക്കുക, അതിലൂടെ നമ്മൾക്ക് രാജ്യത്തിലെത്താം, അങ്ങനെയല്ല. ബാബ കാണിക്കുന്ന കൃപ തന്നെയാണ് ബാബ നമുക്ക് തരുന്ന പഠിപ്പ്. ആ പഠിപ്പ്, അതുപോലെ ബാബയുടെ നിർദ്ദേശങ്ങൾ, അതിലൂടെയെല്ലാം നമ്മൾ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ സ്വയത്തിൽ രാജ്യതിലകം നൽകുകയാണ് എന്ന് പറയാം ബാബ. സെക്കൻഡ് പോയിന്റ്, ഫോളോ ഫാദർ കരോ, दूसरे को नहीं देखना है, मन मना भव. इससे अपने को आपे ही तिलक मिलता है. രണ്ടാമത് ബാബ പറയുന്നത്, അതായത് ബാബയെ ഫോളോ ചെയ്യൂ, നിങ്ങൾ മറ്റുള്ളവരെ നോക്കേണ്ടതില്ല എന്ന് പറയാം ബാബ. മന്മനാ ഭവ, അതായത് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? രാജതിലകം കിട്ടുന്നത് എന്ന് ബാബ പറയാം. പഠായി ഓർ യാദ് കി യാത്രാ സേ ഹി തും ബെഗർ ടു പ്രിൻസ് ബൻതേ ഹോ. ബാബ പറയാണ്, പഠിപ്പിലൂടെ, അതുപോലെ തന്നെ ഓർമ്മയുടെ യാത്രയിലൂടെ, ഈ രണ്ടിലൂടെ തന്നെയാണ് നിങ്ങൾ യാചകനിൽ നിന്നും രാജകുമാരനായിട്ട് മാറുന്നത് എന്ന് ബാബ പറയാം. ഗീത് ഓം നമ ശിവായ. ബാബ ഗീതം പറയുന്നത് ഓം നമ ശിവായ. ഓം ശാന്തി. जब बाप और दादा ओम शांति कहते हैं तो 2 बार भी कह सकते हैं क्योंकि दोनों एक में है. അപ്പോൾ ബാബ പറയാണ്, എപ്പോഴാണോ ബാബയും ദാദയും ഓം ശാന്തി എന്ന് പറയുന്നത്, അപ്പം നമുക്ക് 2 ഓം ശാന്തി പറയാം എന്ന് പറയാം ബാബ. കാരണം 2 പേരും ഇരിക്കുന്നുണ്ടല്ലോ, 2 പേരും ഒരു ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് 2 ഓം ശാന്തി പറയാം. ഏക് ഹേ അവ്യക്ത്, ദൂസരാ ഹേ വ്യക്ത്, ദോനോ ഇക്കട്ടാ ഹേ. അപ്പോൾ ബാബ പറയുന്നത്, ഒരാൾ അവ്യക്തമാണ്, ഒരാൾ വ്യക്തത്തിലുണ്ട്, 2 പേരും പക്ഷെ ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്ന് ബാബ പറയാം. ദോക്ക ഇക്കട്ട ആവാസ് ബി ഹോത്താ ഹേ, 2 പേരുടെയും ഒരുമിച്ചുള്ള ശബ്ദവും വരുമെന്ന് പറയാം ബാബ. അലഗ് അലഗ് ബി ഹോ സക്താ ഹേ, വെവ്വേറെ ആയിട്ടും വരും അല്ലേ. അതായത് ഒരുമിച്ചുള്ള ശബ്ദവും കേൾക്കാം,
വേറെ വേറെയുള്ള ശബ്ദവും കേൾക്കാം. കാരണം രണ്ട് ആത്മാക്കളും ഒരു ശരീരത്തിലാണല്ലോ ഇരിക്കുന്നത്. യഹ് ഏക് വണ്ടർ ഹേ, ഇത് വളരെ അത്ഭുതകരമാണ് എന്ന് ബാബ പറയാം. ദുനിയാമേ യഹ് കോയി നഹി ജാൻതേ കി പരംപിത പരമാത്മാ ഇൻകെ ശരീർ മേ ബൈഠ് ജ്ഞാൻ സുനാത്തേ ഹേ. ബാബ പറയാണ്, ലോകത്തില് ഇതാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് പരംപിത പരമാത്മാവ് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നമ്മളെ ജ്ഞാനം കേൾപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം ലോകത്തിലെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാം. യഹ് കഹാംബി ലിഖ് ഹുവാ നഹി ഹേ, ഇത് വേറെ ഒരിക്കലും എഴുതപ്പെട്ടിട്ടില്ല എന്ന് പറയാം ഈ ഒരു കാര്യം. ബാപ്പിനെ കൽപ്പ് പഹലെ ബി കഹാദാ അബി ബി कहते हैं कि मैं इस साधारण तन में बहुत जन्मों के अंत में इनमें प्रवेश करता हूँ, इनका आधार लेता हूँ. അപ്പൊ ബാബ കൽപ്പം മുമ്പും നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ബാബ പറയുകയാണ്. അതായത് എന്താണ്, ഞാൻ ഈ സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നു. എപ്പോ? വളരെ വളരെ ജന്മങ്ങൾക്കു ശേഷമുള്ള അന്തിമ ജന്മത്തിൽ ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. അതായത് ഈ സാധാരണ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഈ ശരീരത്തെ ഞാൻ ആധാരമായി എടുക്കുന്നു. അത് ബാബ കൽപ്പം മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെ പറയുകയാണ് ബാബ. गीता में कुछ ना कुछ ऐसा वर्षन है जो कुछ रियल भी है. അപ്പൊ ബാബ പറയാണ്, ഗീതയിലും അതുപോലെ ചില ചില വാക്കുകളൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള വാക്കുകളുണ്ട് എന്ന് ബാബ പറയാം. യഹ് റിയൽ അക്ഷർ ഹേ, ഇത് വളരെ യഥാർത്ഥമായിട്ടുള്ള അക്ഷരാണ്. അതായത് മേ ബഹുത് ജന്മോം കെ അന്ത് മേ പ്രവേശ് കർത്താ ഹൂം ജബ്കി യഹ് വാനപ്രസ്ഥ അവസ്ഥാമേം ഹോ. ബാബ പറയാണ്, ഞാൻ വളരെയധികം ജന്മങ്ങൾക്ക് ശേഷമുള്ള ഈ അന്തിമ ജന്മത്തിൽ, അതായത് ബ്രഹ്മബാബയുടെ കുറേ ജന്മങ്ങൾക്ക് ശേഷമുള്ള അന്തിമ ജന്മത്തിലാണ് ബാബ ആ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഈ ഒരു കാര്യം വളരെ റിയൽ ആയിട്ടുള്ളതാണ് എന്ന് ബാബ പറയാം. എപ്പോഴാണോ ബ്രഹ്മബാബ, അതായത് ദാദാ ലേഖരാജ് അന്തിമ ജന്മം എത്തി വാനപ്രസ്ഥ അവസ്ഥ എത്തുന്നത്, ആ സമയത്താണ് ബാബ ആ ശരീരത്തെ ആധാരമായിട്ടെടുക്കുന്നതും അതിൽ പ്രവേശിക്കുന്നതുമെന്ന് ബാബ പറയാം. ഇൻകേലിയെ യഹ് കഹന ടീക്ക് ഹേ, ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് വളരെ ശരിയാണ് എന്ന് പറയാം. പഹലെ പഹലെ സത്യയുഗമേ ജന്മ ബി ഇൻകാ ഹേ. ബാബ പറയാണ്, സത്യയുഗത്തിൽ ആദ്യം ജന്മമെടുക്കുന്നതും ഇദ്ദേഹം തന്നെയാണ് എന്ന് പറയാം, അതായത് ബ്രഹ്മബാബ. फिर लास्ट में वानप्रस्थ अवस्था में है जिसमें ही बाप प्रवेश करते हैं. പിന്നീട് ലാസ്റ്റ് കുറേ ജന്മങ്ങൾക്ക് ശേഷം ലാസ്റ്റ് ജന്മത്തിൽ, ആ ജന്മത്തിലത്തെ വാനപ്രസ്ഥ അവസ്ഥ എത്തുമ്പോൾ ബാബ അതിലേക്ക് പ്രവേശിക്കുകയാണ്. तो इनके लिए ही कहते हैं यह नहीं जानते कि हमने कितना पुनर्जन्म लिया. ഇദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് അറിയില്ലായിരുന്നു ഇദ്ദേഹത്തിന് ഇത്രയധികം ജന്മം എടുക്കുന്നുണ്ടെന്നോ ഇത് അന്തിമ ജന്മമാണെന്നോ ഒന്നും ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് ബാബ പറയാം. ഇത്രയും പുനർജന്മം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ശാസ്ത്രമേ 84 लाख പുനർജന്മ ലിഖ് ദിയാ ഹെ. ശാസ്ത്രങ്ങളിലാണെങ്കിലോ 84 ലക്ഷം ജന്മം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് ബാബ പറയാം. യഹ് സബ് ഹേ ഭക്തി മാർഗ്, ഇതെല്ലാം ഭക്തി മാർഗമാണ് എന്ന് ബാബ പറയാം. ഇൻകോ കഹാ ജാതാ ഹേ ഭക്തി കൽട്ട്. ജ്ഞാൻ കാണ്ഡ് അലഗ് ഹേ ഭക്തി കാണ്ഡ് അലഗ് ഹേ. അപ്പൊ ബാബ പറയണത് ജ്ഞാനകാന്ഡം വേറെയാണ്, ഭക്തികാന്ഡവും വേറെയാണ്. പറയാറില്ലേ ബാബ, ജ്ഞാനം വേറെ ഭക്തി വേറെ. ഭക്തി കർത്തേ കർത്തേ ഉദർത്തേ ഹി ജാത്തേ ഹേ. ഭക്തി ചെയ്ത് നമ്മൾ എന്തുണ്ടായി, താഴേക്ക് വന്നു എന്ന് ബാബ പറയാം. യഹ് ജ്ഞാൻ തോ ഏക് ഹി ബാർ മിൽത്താ ഹേ. ഈ ജ്ഞാനം ഒരേ ഒരു തവണ മാത്രമാണ് ലഭിക്കുന്നത്. ബാപ്പ് ഏക് ഹി ബാർ സർവ കി സദ്ഗതി കർണേ ആത്തേ ഹേ. ബാബ ഒരേ ഒരു തവണ മാത്രമാണ് എല്ലാവരുടെയും സദ്ഗതി ചെയ്യാനായിട്ട് വരുന്നത്.
ബാബ ആക്കർ സബ്കി ഏക് ഹി ബാർ പ്രാലബ്ധ ബനാത്തെ ഹേ ഭവിഷ്യക്ക്. അപ്പൊ ബാബ പറയുന്നത്, ബാബ ഒരേ ഒരു തവണ മാത്രമാണ് വന്നിട്ട് എല്ലാവർക്കും പ്രാലബ്ധം നേടിക്കൊടുക്കുന്നു, ഭാവിയിലേക്കുള്ളത് അല്ലെ. ഭാവിയിലേക്കുള്ള പ്രാലബ്ധം നേടിക്കൊടുക്കുന്നത് ഒരേ ഒരു തവണ മാത്രമാണ്. ബാബ വന്നിട്ടാണ് അത് ചെയ്യുന്നത്. തും പഠിത്തേ ഹി ഹോ ഭവിഷ്യ നയി ദുനിയാക്കേലിയെ. നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണ്? ഭാവിയിലെ പുതിയ ലോകത്തേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് ബാബ പറയാം. ബാപ്പ് ആത്തെ ഹി ഹേ നയി രാജധാനി സ്ഥാപൻ കർണേ, ഇസ്ലിയെ ഇൻകോ രാജയോഗ കഹാ ജാത്താ ഹെ. ബാബ വരുന്നത് തന്നെ എന്തിനാണ്? പുതിയ ലോകം സ്ഥാപിക്കാൻ അല്ലേ. ബാബ വരുന്നത് തന്നെ പുതിയ രാജധാനി സ്ഥാപന ചെയ്യുന്നതിനായിട്ടാണ് ബാബ വരുന്നത്. അതുകൊണ്ട് ഇതിനെ പറയുന്നതാണ് രാജയോഗം. ഇൻക ബഹുത്ത് മഹത്വേ. ഈ രാജയോഗത്തിന് വളരെയധികം മഹത്വമുണ്ട് എന്ന് ബാബ പറയാം. ചാഹത്തെ ഹേ ഭാരത് കാ പ്രാചീൻ രാജयोग कोई सिखलावे, परंतु आजकल यह सन्यासी लोग बाहर जाकर कहते हैं कि हम प्राचीन രാജയോഗ സിഖലാനെ ആയേ ഹേ. അപ്പൊ ബാബ പറയുന്ന ഈ രാജയോഗം അതിന് വളരെയധികം മഹത്വമുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഭാരതത്തിന്റെ രാജയോഗം ആരെങ്കിലും പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ അന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ സന്യാസിമാരുണ്ടല്ലോ, സന്യാസി ആളുകൾ എന്താ ചെയ്യുക? പുറത്തു പോയിട്ട് പറയും, ഞങ്ങൾ പ്രാചീന രാജയോഗം പഠിപ്പിക്കാനായി വന്നതാണ് എന്ന് പറയാ ബാബ. तो वह भी समझते हैं हम सीखे क्योंकि समझते हैं योग से ही पैराडाइज സ്ഥാപൻ हुआ था. അപ്പൊ ബാബ പറയണത്, ഈ സന്യാസി ആളുകളുണ്ടല്ലോ അവരും മനസ്സിലാക്കുന്നുണ്ട്, അവർക്കും ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം എന്താ? അവർക്കും ഇത് അറിയാൻ കഴിയുന്നുണ്ട്, ഈ യോഗത്തിലൂടെ തന്നെയാണ് സ്വർഗത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നത്. അതവർക്കറിയാം. അവർക്കും ഈ രാജയോഗം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയാ ബാബ. ബാപ്പ് സമജാത്തെ ഹേ योग बल से तुम പാരഡൈസ് കെ മാലിക് ബൻതെ ഹോ. ബാബ പറയാണ്, ബാബ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, യോഗബലത്തിലൂടെ തന്നെയാണ് നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളായിട്ട് മാറുന്നത്. പാരഡൈസ് സ്ഥാപൻ കിയാഹേ ബാപ്പിനെ. സ്വർഗം സ്ഥാപിക്കുന്നതാരാണ്? അത് ബാബയാണ്. കൈസേ സ്ഥാപൻ കർത്തേ ഹേ വഹ് നഹി ജാൻത്തെ. എങ്ങനെയാണ് ബാബ സ്വർഗം സ്ഥാപിക്കുന്നത് അത് അറിയുന്നില്ല എന്ന് പറയാ ബാബ. യഹ് രാജയോഗ രുഹാനി ബാപ്പ് ഹി സിക്കലാത്തെ ഹേ. ഈ രാജയോഗം ആത്മീയ അച്ഛൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ജിസ്മാനി കോയി മനുഷ്യ സിക്കലാന നാ സകേ. ഇപ്പൊ ബാബ പറയണത്, അതായത് ഭൗതികത്തിലുള്ള മനുഷ്യർക്കൊന്നും ഈ രാജയോഗം പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ആജിക്കൽ ബാബ പറയുന്നത്, करप्शन तो बहुत है ना, इसलिए बाप ने कहा है मैं पतितों को पावन बनाने वाला हूँ. അപ്പൊ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ബാബ പറയണത്, ഈ അഡൾട്രേഷനും കറപ്ഷനും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട് അല്ലെ. അഴിമതിയും മായം ചേർക്കല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ധാരാളം നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ബാബ നമ്മളോട് പറയുകയാണ്, ഞാൻ ഈ പതീതരെ പാവനമാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പതീതരെ പാവനമാക്കി മാറ്റുക എന്നുള്ളത് ബാബയുടെ കർത്തവ്യമാണ്. ജരൂർ ഫിർ പതീത് ബനാനെ വാലാ ഭി കോയി ഹോഗ. അപ്പോൾ പതീതരെ പാവനമാക്കുന്ന ആൾ ബാബയാണ്, അപ്പോൾ പതീതമാക്കുന്ന ആളും ഉണ്ടാകുമല്ലോ എന്ന് ബാബ ചോദിക്കുകയാണ്. അബി തും ജഡ്ജ് കരോ ബരോബർ ഏസാഹേന. അപ്പൊ നിങ്ങൾ തീരുമാനിക്കൂ, അങ്ങനെ തന്നെയല്ലേ, സത്യം തന്നെയല്ലേ അത്. മേഹി ആക്കർ സബി വേദ ശാസ്ത്രവും ആദി കാ സാർ സുനാത്താഹും. ബാബ പറയാണ്, ഞാൻ തന്നെയാണ് വന്നിട്ട് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും അർത്ഥം, ആ സാരം മനസ്സിലാക്കി തരുന്നത്. അല്ലെങ്കിൽ ആ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും എല്ലാം സാരം നമ്മളെ കേൾപ്പിക്കുന്നത് ആരാണ്? ബാബ തന്നെയാണ് കേൾപ്പിക്കുന്നത്. ജ്ഞാൻ സേ തുംകോ 21 ജന്മോं का सुख मिलता है. ജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് സുഖം കിട്ടുന്നതാണ് എന്ന് ബാബ പറയാം.
भक्ति मार्ग में है अल्पकाल क्षण भंगुर सुख, यह है 21 पीढ़ी का सुख जो बाप ही देते हैं. ഭക്തി മാർഗത്തിലാണെങ്കിലോ അല്പകാല ക്ഷണഭംഗുരമായ സുഖമാണ് കിട്ടുക അല്ലെ. ഭക്തി ചെയ്യുമ്പോൾ നമുക്ക് സുഖം ലഭിക്കുന്നുണ്ട്, പക്ഷെ അത് അല്പകാലത്തേക്കാണ്. ഇവിടെയാണെങ്കിലോ 21 ജന്മത്തേക്ക് സുഖം തന്നെ സുഖമാണ്. അത് ആരാണ് തരുന്നത്? ബാബ തന്നെയാണ് നമുക്ക് തരുന്നത്. बाप तुमको सद्गति देने के लिए जो श्रीमत देते हैं वह सबसे न्यारी है. ബാബ നമുക്ക് സദ്ഗതിക്ക് വേണ്ടി ഏതൊരു ശ്രീമതമാണോ തരുന്നത് അത് വളരെയധികം വേറിട്ടതാണെന്ന് പറയാം. വളരെയധികം വേറിട്ടതാണ് ആ ശ്രീമതം. ബാബ പറയാണ്, യഹ് ബാപ്പ് സബ്കി ദിൽ ലേനെ വാലാ ഹെ. ബാബ എല്ലാവരുടെയും ഹൃദയം കവരുന്ന ആളാണ് എന്ന് പറയാം. ജയ്സെ വഹ് ജഡ് ദിൽവാഡ മന്ദിർ ഹേ യഹ് ഫിർ ഹേ ചൈതന്യ ദിൽവാഡ മന്ദിർ. അതായത് എങ്ങനെയാണോ, അതായത് ജഡ ദിൽവാഡ മന്ദിറുണ്ട് അല്ലെ. ജഡ നമ്മളുടെ ഓർമ്മചിഹ്നം എന്ന് ബാബ പറയാറുണ്ടല്ലോ, ദിൽവാഡ ക്ഷേത്രം. ഇവിടെയാണെങ്കിലോ ചൈതന്യ ദിൽവാഡ ക്ഷേത്രമാണെന്ന് പറയാം. കാരണം അവിടെയുള്ള ആ ജഡചിത്രങ്ങളുടെ ചൈതന്യ രൂപങ്ങളാണല്ലോ നമ്മൾ. അപ്പൊ ബാബ പറയുന്നത് ഇവിടെ ചൈതന്യത്തിലുള്ള ദിൽവാഡ ക്ഷേത്രമാണ്, അവിടെയാണെങ്കിലോ ജഡരൂപത്തിലുള്ള ദിൽവാഡ ക്ഷേത്രവും ഉണ്ട് എന്ന് പറയാ ബാബ. എക്യുറേറ്റ് തുമാരി ആക്ടിവിറ്റി കെ ഹി ചിത്ര ബനേ ഹേ. ബാബ പറയുന്ന വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ തന്നെ കർത്തവ്യം തന്നെയാണ്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് ആ ചിത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ബാബ പറയാം. ഇസ് സമയ തുമാരി ആക്ടിവിറ്റി ചൽ രഹി ഹെ. ഈ സമയത്ത് നിങ്ങളുടെ കർത്തവ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദിൽവാല ബാപ്പ് മിലാഹെ. ഹൃദയേശ്വരനായ ബാബയെയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. സർവ കാ സദ്ഗതി കർണേ വാല, സർവ കാ ദുഃഖ് ഹർക്കർ സുഖ് ദേനെ വാല. ബാബ എങ്ങനെയാണ്? ബാബയുടെ മഹിമയാണ് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നയാൾ, എല്ലാവരുടെയും ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നയാൾ. അങ്ങനെയുള്ള ഹൃദയേശ്വരനായ ബാബയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കിത്തന ഊഞ്ചത്തെ ഊഞ്ച് ഗായാ ഹുവാ ഹേ. എത്ര ഉയർന്നതിലും ഉയർന്നതായിട്ടാണ് പാടപ്പെടുന്നത്. ഊഞ്ചത്തെ ഊഞ്ച് ഹേ ഭഗവാൻ ശിവ കി മഹിമ. ബാബ പറയാണ്, ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ ശിവന്റെ മഹിമ. ബൽ ചിത്രോമേ ശങ്കർ ആദി കെ ആകെ ബി ശിവ കാ ചിത്ര ദിക്കായാ ഹേ. അപ്പൊ ബാബ പറയാം, നമ്മൾ ചിത്രങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ശങ്കരന്റെ മുന്നിലും ശിവന്റെ ചിത്രം വെച്ചിട്ടുണ്ട്. ശിവന്റെ ചിത്രം കാണിക്കുന്നുണ്ടല്ലോ. ശങ്കരന്റെ ചിത്രത്തിൽ ഇപ്പൊ ധ്യാനസ്ഥനായിട്ടിരിക്കുന്ന ശങ്കരന്റെ ചിത്രത്തിന് മുന്നിൽ ശിവന്റെ ചിത്രവും കാണിക്കുന്നുണ്ട്. അതാണ് ബാബ പറയുന്നത്. വാസ്തവമേ ദേവതാവും കെ ആകെ ശിവ കാ ചിത്ര രക്കനാത്തോ നിഷേധ ഹേ. അപ്പൊ ബാബ പറയുന്നത് വാസ്തവത്തില്, അതായത് യഥാർത്ഥത്തില് ഈ ദേവതകളുടെ മുന്നിൽ ശിവന്റെ ചിത്രം വെക്കുന്നത് തെറ്റാണ് എന്ന് ബാബ പറയാം. വഹുത്തോ ഭക്തി കർത്തേ നിഹി. ദേവതമാര് ഭക്തി ചെയ്യുന്നേ ഇല്ലല്ലോ. ഭക്തി നാ ദേവതായേം കർത്തേ നാ സന്യാസി കർ സക്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത് ഭക്തി എന്ന് പറയുന്നത് ദേവതകളും ചെയ്യുന്നില്ല, അതുപോലെ സന്യാസിമാരും ഭക്തി ചെയ്യുന്നില്ല എന്ന് ബാബ പറയാം. വഹേ ബ്രഹ്മജ്ഞാനി തത്വജ്ഞാനി. സന്യാസിമാരെന്താ പറയാ? ബ്രഹ്മജ്ഞാനികൾ എന്ന് പറയും, തത്വജ്ഞാനികൾ എന്നും പറയുന്നു പറയാ ബാബ. ജൈസെ യഹ് ആകാശ് തത്വ ഹേ വൈസെ വഹ് ബ്രഹ്മ തത്വ ഹേ. എങ്ങനെയാണോ ഈ ആകാശ തത്വമുള്ളത് അതുപോലെ തന്നെ ബ്രഹ്മതത്വവും ഉണ്ട് എന്ന് പറയാ ബാബ. വഹ് ബാപ്പ് കോ തോ യാദ് കർത്തേ നഹി നാ ഉൻകെ യഹ് മഹാമന്ത്ര മിൽത്താ നഹി. ഈ സന്യാസിമാരാണെങ്കിലോ ബാബയെ ഓർമ്മിക്കുന്നേ ഇല്ല, അവർക്കറിയില്ല ബാബയെ. അതുമാത്രമല്ല അവർക്ക് ഈ മഹാമന്ത്രം അല്ലെ, മന്മനാ ഭവ എന്നുള്ള മഹാമന്ത്രവും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് ബാബ പറയാം. യഹ് മഹാമന്ത്ര ബാപ്പ് ഹി ആകർ സംഗമ യുഗ് പർ ദേത്തെ ഹേ. ഈ മഹാമന്ത്രം ആരാണ് നമുക്ക് നൽകുന്നത്? ബാബയാണ് നൽകുന്നത്. എപ്പോഴാണ്? ഈ സംഗമയുഗത്തിൽ. ഈ സംഗമയുഗത്തിലാണ് ബാബ വന്ന് നമുക്ക് ഈ മഹാമന്ത്രം നൽകുന്നത്.
सर्व का सद्गति दाता बाप एक ही बार आकर മന്മനാ ഭവ ക മന്ത്ര ദേതേ ഹേ. എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്ന ബാബ ഒരേ ഒരു തവണ മാത്രമാണ് വന്നിട്ട് ഈ മഹാമന്ത്രം, അതായത് മന്മനാ ഭവ എന്ന മഹാമന്ത്രം നമുക്ക് തരുന്നത്. അത് ഒരേ ഒരു തവണ മാത്രമാണ് എന്ന് ബാബ പറയാം. ബാബ कहते हैं बच्चे देह सहित देह के सब धर्म त्याग अपने को अशरीरी आत्मा समझ मुझ बाप को याद करो. അപ്പോൾ ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങൾ ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ധർമ്മത്തെയും ത്യാഗം ചെയ്ത് സ്വയത്തെ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയായ അച്ഛനായ എന്നെ ഓർമ്മിക്കൂ എന്ന് ബാബ പറയാം. കിത്തന സഹജ് സമജാത്തേ ഹേ. ബാബ എത്ര സഹജമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് ബാബ പറയാം. രാവൺ രാജ്യക്കെ കാരൻ തും സബ് ദേഹ് അഭിമാനി ബനേ ഹോ. ബാബ പറയാണ്, രാവണ രാജ്യം കാരണം നിങ്ങളെല്ലാവരും എന്തായി മാറി? ദേഹ അഭിമാനികളായി മാറി എന്ന് ബാബ പറയാം. അഭി ബാപ്പ് തുംകോ ആത്മാ അഭിമാനി ബനാത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത്, ഇപ്പോ ബാബ നിങ്ങളെ ആത്മ അഭിമാനികളാക്കി മാറ്റുകയാണ്. അപ്നേക്കോ ആത്മാ സമജ് മുझ ബാപ്പ് കോ യാദ് കർത്തേ രഹോ തോ ആത്മാ മേ ജോ ഖാദ് പടി ഹേ വഹ് നിക്കൽ ജായേ. അപ്പൊ ബാബ പറയാണ്, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ, ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ആത്മാവിൽ എന്തെല്ലാം കറകളുണ്ടോ അതെല്ലാം പോകുമെന്ന് പറയാം ബാബ. അപ്പം സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ആത്മാവിൽ എന്തെല്ലാം കറകൾ പറ്റിയിട്ടുണ്ടോ അതെല്ലാം പോകുമെന്ന് പറയാം ബാബ. സദോ പ്രധാൻ സേ സദോമേം ആനേ സേ കലായേം കം ഹോത്തി ഹേന. അപ്പൊ ബാബ പറയാണ്, സദോ പ്രധാനത്തിൽ നിന്നും സദോയിലേക്ക് വരുമ്പോൾ എന്തുണ്ടാകും? കല കുറയുന്നുണ്ടല്ലോ. ബാബ പറയാണ്, ഇത് സദോ പ്രധാനത്തിൽ നിന്നും സദോയിലേക്ക് വരുമ്പോൾ കല കുറയുന്നുണ്ട്. സോനേക്ക് ബി ക്യാരറ്റ് ഹോത്തി ഹേന. അതായത് സ്വർണത്തിനും ക്യാരറ്റൊക്കെ പറയാറുണ്ടല്ലോ. അതിന് ബാബ പറയുന്നത്, അബി തോ കലിയുഗ് അന്തമേം സോന ദേഖ്നെ മേം ബി നഹി ആതാ സത്യയുഗ് മേം തോ സോനെ കെ മഹൽ ഹോത്തേ ഹേ. ഇപ്പൊ ബാബ പറയാണ്, ഇപ്പൊ ഈ കലിയുഗ അന്ത്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്വർണം കാണാനേ ഇല്ല എന്ന് പറയാ ബാബ. പക്ഷേ സത്യയുഗത്തിലാണെങ്കിലോ സ്വർണത്തിന്റെ കൊട്ടാരങ്ങൾ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറയാം. കിത്തന രാത്ത് ദിൻ കാ ഫർഖ് ഹേ. എത്ര രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമാണ് അല്ലേ? സത്യയുഗത്തിന്റെ സമയത്തും കലിയുഗ അന്ത്യത്തിലും നോക്കുമ്പോൾ എത്ര വ്യത്യാസമാണ്. രാത്രി പകലിന്റെ വ്യത്യാസമുണ്ട് എന്ന് പറയാ ബാബ. ഉസ്കാ നാം ഹി ഹേ ഗോൾഡൻ ഏജ്ഡ് വേൾഡ്. സത്യയുഗത്തെ എന്താ പറയാ? സ്വർണിമയുഗം അല്ലേ? അങ്ങനെയാണല്ലോ പറയാ സത്യയുഗത്തെ. വഹാം ഈട്ട് പത്തർ ആദി കാ കാം നെഹി ഹോത്ത. അവിടെ ഈ ഇഷ്ടിക അതുപോലെ കല്ല് അതിൻ്റെ ഒന്നും ആവശ്യമേ തന്നെ ഇല്ല എന്ന് പറയാ ബാബ. ബിൽഡിംഗ് ബൻതി ഹേ തോ ഉസ്മേം ബി സോനെ ചാന്ദി കെ സിവായി ഓർ കിച്ചടാ പട്ടി നെഹി ഹോത്തി. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, ആ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ എന്താണ് ഉപയോഗിക്കുക? സ്വർണവും വെള്ളിയുമാണ് ഉപയോഗിക്കുക. ഈ സ്വർണവും വെള്ളിയും കൂടാതെ അതിൽ അഴുക്ക് നിറഞ്ഞ മോശമായ ഒരു വസ്തു പോലും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. വഹാം സയൻസ് സേ ബഹുത് സുഖ് ഹേ. അവിടെയാണെങ്കിലോ സയൻസിലൂടെ വളരെയധികം സുഖം ലഭിക്കുന്നുവെന്ന് ബാബ പറയാം. യഹ് ബി ഡ്രാമ ബനാ ഹുവാ ഹേ. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇസ് സമയ് സയൻസ് ഗമണ്ഡി ഹേ സത്യയുഗമേ ഗമണ്ഡി നെഹി കഹേങ്കെ. ഇവിടെയാണെങ്കിലോ ഈ സമയത്ത് സയൻസിന് ഭയങ്കര അഹങ്കാരമാണ്, ഗർവാണെന്ന് പറയാ ബാബ. പക്ഷേ സത്യയുഗത്തിൽ ഒരിക്കലും സയൻസിന്റെ ഗർവ് എന്ന് പറയില്ല. വഹാം തോ സയൻസ് സേ തുംകോ സുഖ് മിൽത്താ ഹേ. അവിടെ നിങ്ങൾക്ക് സയൻസിലൂടെ വളരെയധികം സുഖം ലഭിക്കുന്നു എന്ന് ബാബ പറയാം. യഹാം ഹേ അല്പകാൽ കാ സുഖ് ഫിർ ഇസ്സേ ഹി ബഡാ ഭാരി ദുഃഖ മിൽത്താ ഹേ. അപ്പൊ ബാബ പറയാണ്, ഇവിടെയാണെങ്കിലോ
അല്പകാല സുഖമാണ് എന്ന് പറയാം. സയൻസിലൂടെ അല്പകാല സുഖമൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ നമുക്ക്. അപ്പൊ അല്പകാല സുഖമാണ് ഇവിടെ. പിന്നീട് എന്താ ഉണ്ടാകുക? ഇതിലൂടെ തന്നെയാണ് വളരെ വലിയ ദുഃഖവും ലഭിക്കുന്നത്. സയൻസ് അല്പസുഖം ഇവിടെ തരുന്നുണ്ട്, പക്ഷെ പിന്നീട് എന്തുണ്ടാകും? വളരെ വലിയ ദുഃഖവും നമുക്ക് ഈ സയൻസിലൂടെ തന്നെ ഇവിടെ ലഭിക്കുന്നു. പക്ഷെ സത്യയുഗത്തിലാണെങ്കിലോ സയൻസിലൂടെ വളരെയധികം സുഖമാണ് ലഭിക്കുന്നത് എന്ന് ബാബ പറയാം. ബോംസ് ആദി യഹ് സബ് വിനാശ് കെ ലിയെ ബനാത്തെ ഹി രഹത്തെ ഹെ. അതായത് ഈ ബോംബൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം വിനാശത്തിന് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ബാബ പറയാം. ബോംസ് ബനാനെ കെ ലിയെ ദൂസരോं को मना करते हैं फिर खुद बनाते रहते हैं. ബാബ പറയാണ്, ഈ ബോംബൊക്കെ ഉണ്ടാക്കരുത് എന്ന് മറ്റുള്ളവരോടൊക്കെ പറയുന്നുണ്ട്. അവരെ ബോംബ് ഉണ്ടാക്കരുത് എന്നൊക്കെ മറ്റുള്ളവരോട് പറയുന്നുണ്ട്, പക്ഷെ എന്താണ് ചെയ്യുന്നത്? സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. समझते भी है इन बॉम्ब से हमारी ही मौत होनी है लेकिन फिर भी बनाते रहते हैं तो ബുദ്ധി മാരി ഹുയേ ഹെന. ബാബ പറയാണ്, അതായത് മറ്റുള്ളവരോട് പറയുന്നുണ്ട് ബോംബ് ഒന്നും ഉണ്ടാക്കരുതെന്ന്, എന്നിട്ട് സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്നുണ്ട് എന്ത്? ഈ ബോംബിലൂടെ തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും മരണം ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാം. എന്നിട്ടും എന്താണ് ചെയ്യുന്നത്? എന്നിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാബ പറയാണ്, ബുദ്ധി അത്രയും കല്ലുബുദ്ധിയായി മാറി, അത്രയും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാ ബാബ പറയുന്നത്. യഹ് സബ് ഡ്രാമേ നൂന്ത് ഹേ. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. കാരണം ഡ്രാമയിലുണ്ടല്ലോ വിനാശം വേണമെന്ന്. അപ്പൊ ഈ വിനാശത്തിന് ബോംബ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ് എന്ന് ബാബ പറയാം. ബാബ പറയാണ്, ബനാനേക്കെ സിവായി രഹ് നഹി സക്തേ. അതായത് ഉണ്ടാക്കാതെ ഇരിക്കാൻ തന്നെ സാധിക്കുന്നില്ല എന്ന് ബാബ പറയാം. മനുഷ്യ സമജ്തേ ഹേ कि इन बॉम्ब से हमारा ही मौत होगा परंतु पता नहीं कि कौन प्रेरित कर रहा है. हम बनाने बिगर रह नहीं सकते. ബാബ പറയണത്, മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട് ഈ ബോംബിലൂടെ തന്നെയാണ് നമ്മളുടെ വിനാശം ഉണ്ടാകുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ബാബ പറയാണ്, എന്നിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവര് തന്നെ പറയാം, മനസ്സിലാകുന്നില്ല, ആരോ പ്രേരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ. അത്രമാത്രം അറിയാം, ആരോ പ്രേരിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ. ഇതെല്ലാം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാം. അറിയാം ഇതിലൂടെ തന്നെയാണ് വിനാശം ഉണ്ടാവുക, ഇതിലൂടെ തന്നെയാണ് എല്ലാവരുടെയും മരണം ഉണ്ടാവുക എന്നറിയാം. എന്നിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോ പ്രേരണ നൽകുന്നത് പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയാം. അതായത് ഉണ്ടാക്കാതിരിക്കാനും സാധിക്കുന്നില്ല. സരൂർ ബനാനെ ഹി പടേ. അതായത് തീർച്ചയായും ഉണ്ടാക്കുക തന്നെ വേണം. വിനാശ് കി ബി ഡ്രാമേ നൂന്ത് ഹേ. ബാബ പറയുന്നത് വിനാശവും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ബാബ പറയാം. കിത്തനാ ബി ബൽ कोई पीस प्राइस दे परंतु पीस സ്ഥാപൻ करने वाला एक बाप ही है. അപ്പൊ ബാബ പറയുന്നത്, ഈ സമാധാനത്തിനുള്ള പ്രൈസ് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, എത്രത്തോളം കൊടുക്കുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് എന്താണ്, ഈ ശാന്തി സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരേ ഒരു ബാബ മാത്രമാണ് ചെയ്യുന്നത്. ശാന്തി കാ സാഗർ ബാപ്പ് ഹി ശാന്തി സുഖ് പവിത്രത കാ വർഷ ദേത്തെ ഹേ. അതായത് ശാന്തിയുടെ സാഗരനായ ബാബ തന്നെയാണ് ശാന്തിയും സുഖവും പവിത്രതയുടെയും ഒക്കെ സമ്പത്ത് നമുക്ക് തരുന്നത്. സത്യയുഗ് മേം ഹേ ബേഹദ് കി സമ്പത്തി. അതായത് സത്യയുഗത്തിലാണെങ്കിലോ പരിധിയില്ലാത്ത സമ്പത്തുണ്ടായിരിക്കുമെന്ന് ബാബ പറയാം. വഹാം തോ ദൂത് കി നദിയാം ബഹ്തി ഹേ. അവിടെ എന്താണ്, പാലിന്റെ നദികളൊക്കെ ഒഴുകുമെന്ന് ബാബ പറയാം. വിഷ്ണു കോ ക്ഷീർ സാഗർ മേ ദിക്കാത്തേ ഹേ. വിഷ്ണുവിനെ ഇതിലാണ് കാണിച്ചിരിക്കുന്നത്, ക്ഷീരസാഗരത്തിൽ കാണിച്ചിരിക്കുന്നു എന്ന് ബാബ പറയാം. യഹ് ബെഡ് കി ജാതി ഹേ കഹാം വഹ് ക്ഷീർ സാഗർ കഹാം യഹ് വിഷയ സാഗർ. ബാബ പറയാണ്, എവിടെ കിടക്കുന്നു ക്ഷീരസാഗരം,
എവിടെ കിടക്കുന്നു വിഷയസാഗരം. ഇവിടെ വിഷയസാഗരമാണല്ലോ, അതാ ബാബ പറയുന്നത്. ഭക്തി മാർഗ് മേം ഫിർ തലാവ് ആദി ബൻകർ ഉസ്മേം പത്തർ പർ വിഷ്ണു കോ സുലാ ദേത്തെ ഹേ. ഭക്തി മാർഗത്തിൽ എന്താ ചെയ്യുക? കുളങ്ങളൊക്കെ ഉണ്ടാക്കും, അതില് എന്താണ് ഈ കല്ലിന് മുകളിൽ വിഷ്ണുവിനെ ഉറക്കുന്നു എന്ന് ബാബ പറയാം. ഭക്തി മേം കിത്തന ഖർച്ചാ കർത്തേ ഹേ. ഭക്തിയിലാണെങ്കിലോ എത്ര മാത്രം ഈ പൈസയാണ് ചെലവാക്കുന്നത് എന്ന് ബാബ പറയാ. കിത്തന വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി കർത്തേ ഹേ. എത്ര മാത്രം, അതായത് സമയവും നഷ്ടം, ധനവും നഷ്ടം, അത്രയ്ക്കും സമയവും ധനവും നഷ്ടപ്പെടുത്തുകയാണ് ഭക്തി മാർഗത്തിൽ ചെയ്യുന്നത്. ദേവിയാം കി മൂർത്തിയാം കിത്തന ഖർച്ചാ കർ ബനാത്തേ ഹേ ഫിർ സമുദ്ര മേം ഡാൽ ദേത്തേ ഹേ. തോ പൈസ വേസ്റ്റ് ഹുവേന. ബാബ പറയാണ്, ഈ ദേവി ദേവതമാരുടെ മൂർത്തിയെല്ലാം ഉണ്ടാക്കും, ധാരാളം പൈസ ചെലവാക്കി ഈ ദേവിമാരുടെ മൂർത്തിയെല്ലാം ഉണ്ടാക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അത് സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കും. അപ്പൊ എന്താ നഷ്ടപ്പെടുന്നത്? അത്രയും പൈസ വേസ്റ്റ് ആവുകയല്ലേ എന്ന് ബാബ ചോദിക്കാം. യഹ് ഹേ ഗുഡിയോം കി പൂജ. ഇത് പാവകളുടെ പൂജയാണ് എന്ന് ബാബ പറയാം. കോയി കെ ബി അക്യുപേഷൻ കാ കിസ്കോ പത്താ നഹി ഹേ. ആരുടെ കർത്തവ്യങ്ങളും ആരും മനസ്സിലാക്കുന്നില്ല. ഈ ദേവി ദേവതമാരുടെ കർത്തവ്യം എന്താണ്, അതുപോലെ ശിവബാബയുടെ കർത്തവ്യം എന്താണ്, ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. അഭി തും കിസ്കെ ബി മന്ദിർ മേ ജാവോ തോ തും ഹർ ഏക് കാ അക്യുപേഷൻ ജാൻതേ ഹോ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോരുത്തരുടെയും കർത്തവ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാം. ബച്ചോം കോ മനാ നഹി ഹേ കഹാം ബി ജാനേ കി. അതായത് ബാബ ഒരിക്കലും കുട്ടികളെ ഇന്ന സ്ഥലത്ത് പോകരുത് എന്നൊന്നും പറയുന്നില്ല. ബാബ പറയില്ലേ നിങ്ങൾ പോയിക്കോളും. പക്ഷെ എന്താ പറയാ ബാബ എപ്പോഴും? ബാബയുടെ ഓർമ്മയിൽ, അല്ലേ? ബുദ്ധിയോഗം ബാബയുമായിട്ട് വേണം, ബാബയുടെ ഓർമ്മയിൽ വേണം ചെയ്യാൻ, ബാബയുടെ ഓർമ്മയിൽ വേണം നടക്കാനും ചുറ്റി കറങ്ങാൻ എന്നൊക്കെ ബാബ പറയാറില്ലേ. അതാണ് ബാബ ഒരിക്കലും കുട്ടികളെ എന്താണ് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുതൊന്നും പറയാറില്ല. ആകെ തോ ബേസമജ് ബൻകർ ജാത്തേ ദേ അഭി സെൻസിബിൾ ബൻകർ ജാത്തേ ഹോ. മുന്നേ നിങ്ങൾ എങ്ങനെയായിരുന്നു പോയിരുന്നത്? വിവേകശൂന്യരായിട്ടാണ് പോയിരുന്നത്. അറിയണ്ടായിരുന്നില്ല, ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല, അർത്ഥമൊന്നും മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ആദ്യം പോയിരുന്നത്. ഇപ്പോഴാണെങ്കിലോ നിങ്ങൾ വിവേകശാലികളായി മാറിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പോകുന്നത് വിവേകശാലികളായിട്ടാണ് പോകുന്നത്. കാരണം ഇപ്പൊ നമുക്കറിയാം ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതാരുടെ ഓർമ്മചിഹ്നമാണ്, അവരുടെ കർത്തവ്യം എന്താണ്, ഇതെല്ലാം നമുക്ക് ബാബ മനസ്സിലാക്കി തന്നു, അല്ലെ? അപ്പൊ നമ്മൾ വിവേകശാലികളായി മാറിയിരിക്കുന്നു. വിവേകശാലികളായിട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. മുന്നേ നമ്മൾ ഭക്തിമാർഗത്തിൽ എങ്ങനെയായിരുന്നു പോയിരുന്നത്? ബുദ്ധിശൂന്യരായിട്ടാണ്, നമുക്കൊന്നും അറിയില്ലായിരുന്നു. അതാണ് ബാബ പറയുന്നത്. തും കഹേംഗെ ഹം ഇൻകെ 84 ജന്മം കോ ജാൻതേ ഹേ. നിങ്ങൾ പറയും, ഞങ്ങൾക്ക് ഇവരുടെ 84 ജന്മത്തെ കുറിച്ച് അറിയാം. ഭാരതവാസിയോം കോ തോ ശ്രീകൃഷ്ണ കെ ജന്മ കാ ഭി പത്താ നഹി ഹേ. ഭാരതവാസികൾക്കാണെങ്കിലോ ശ്രീകൃഷ്ണന്റെ ജന്മത്തെ പോലും ശരിക്ക് അറിയുന്നില്ല. തുമാരി ബുദ്ധി മേ യഹ് സാരി നോളജ് ഹേ. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ എല്ലാ നോളജും ഈ എല്ലാ അറിവും ഉണ്ട് എന്ന് ബാബ പറയാം. നോളജ് സോഴ്സ് ഓഫ് ഇൻകം ഹേ. ഈ അറിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ജ്ഞാനം എന്ന് പറയുന്നത് വരുമാനത്തിനുള്ള മാർഗമാണ് എന്ന് ബാബ പറയാം. വേദശാസ്ത്ര ആദിമേം കോയി എയിം ഒബ്ജക്റ്റ് നെഹി ഹേ. വേദശാസ്ത്രങ്ങളിലൊന്നും ഒരു ലക്ഷ്യവുമില്ല എന്ന് ബാബ പറയാം. സ്കൂൾ മേം ഹമേശ എയിം ഒബ്ജക്റ്റ് ഹോത്തി ഹേ. സ്കൂളിലാണെങ്കിലോ എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, അല്ലെ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ലക്ഷ്യം ഉണ്ടായിരിക്കും. ഇന്നതാവണം, ഇന്നതായി മാറണം എന്നൊരു ലക്ഷ്യം ഉണ്ടായിരിക്കുമല്ലോ. ഇസ് പഠായി സേ തും കിത്തനെ സാഹൂകാർ ബൻതേ ഹോ. ബാബ പറയുന്നത്, ഈ പഠിപ്പിലൂടെ നിങ്ങൾ എത്രമാത്രം സമ്പത്തുള്ളവരായിട്ടാണ്, എത്രമാത്രം ധനികരായിട്ടാണ് നിങ്ങൾ മാറുന്നത്. ജ്ഞാൻ സേ ഹോത്തി ഹേ സദ്ഗതി. അപ്പൊ ബാബ പറയാണ്, ജ്ഞാനത്തിലൂടെ തന്നെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ഇസ് നോളജ് സേ തും സമ്പത്തിവാൻ ബൻതേ ഹോ. ഈ ജ്ഞാനത്തിലൂടെ നിങ്ങൾ ധനികരായിട്ട് മാറുന്നു എന്ന് ബാബ പറയാം.
तुम कोई भी मंदिर में जाएंगे तो जट समझेंगे यह किसका यादगार है. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ആരുടെ ഓർമ്മചിഹ്നമാണ്. ജയ്സെ ദിൽവാഡ മന്ദിർ ഹെ വഹ് ഹെ ജഡ് യഹ് ഹെ ചൈതന്യ. ഇപ്പോൾ എങ്ങനെയാണോ ദിൽവാഡ ക്ഷേത്രമുള്ളത്, ദിൽവാഡ ക്ഷേത്രം അത് ജഡ ക്ഷേത്രമാണ്. ഇവിടെയാണെങ്കിലോ ചൈതന്യമാണ്. കാരണം അവിടെ ജഡ അവസ്ഥയിലിരിക്കുന്ന മൂർത്തികളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം ചൈതന്യ രൂപങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ബാബ പറയാം, ഹുബഹു ജയ്സെ യഹാം ജാഡ് മേ ദിക്കായാ ഹെ വൈസ മന്ദിർ ബനാ ഹുവാ ഹെ. അപ്പോൾ ബാബ പറയുന്നത് എങ്ങനെയാണോ ഇവിടെ ഈ വൃക്ഷത്തിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മന്ദിർ ആ ക്ഷേത്രത്തിലും ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ബാബ പറയാം. നീച്ചെ തപസ്യാമേം ബൈഠേ ഹേ ഊപ്പർ ചത്തുമേം സാരാ സ്വർഗ ഹേ. ബാബ പറയണത് താഴെ തപസ്യയിലിരിക്കുന്നു. താഴെ എല്ലാവരും എങ്ങനെയാണ് ഇരിക്കുന്നത്? തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുകളിൽ എന്താ കാണിച്ചിരിക്കുന്നത്? മുകളിൽ അതായത് റൂഫിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ സ്വർഗത്തെയും കാണിച്ചിരിക്കുന്നു എന്ന് ബാബ പറയാം. ബഹുത്ത് ഖർച്ചാസെ ബനായ ഹുവാ ഹേ. വളരെയധികം പൈസ ചിലവഴിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ബാബ പറയാം. യഹാം തോ കുച്ച് ബി നഹി ഹെ. ഇവിടെയാണെങ്കിലോ അങ്ങനെ ഒരു ചെലവിൻ്റെ കാര്യവുമില്ല എന്ന് ബാബ പറയാം. ഭാരത് 100% സോൾവെന്റ് പാവൻ ദ. അബി ഭാരത് 100% ഇൻസോൾവെന്റ് പതീത് ഹെ ക്യോंकि യഹാം സബ് വികാർ സെ പൈദാ ഹോത്തെ ഹെ. ബാബ പറയാണ് ഭാരതം 100% ധനികമായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു എന്ന് പറയാം. അത്രയും അധികം സമ്പത്തും ഉണ്ടായിരുന്നു, പാവനവുമായിരുന്നു ഭാരതം. ഇപ്പോഴാണെങ്കിലോ ഭാരതം 100% എന്തായി മാറി? ദരിദ്രവുമായി മാറി, പതീതവുമായി മാറി എന്ന് ബാബ പറയാം. എന്തുകൊണ്ടാണ് ബാബ പറയുന്നത്? അതായത് എല്ലാവരും വികാരത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. ഭാരതം 100% സമ്പന്നവുമായിരുന്നു, അതുപോലെ പവിത്രവുമായിരുന്നു. ആ ഭാരതം തന്നെ ഇപ്പോൾ 100% എന്തായി മാറി? ദരിദ്രവുമായി മാറി, പതീതവുമായി മാറി. അതിന് കാരണമാണ് എന്ത്? എല്ലാവരും ജന്മമെടുക്കുന്നത് ഏതിലൂടെയാണ്? വികാരത്തിലൂടെയാണ് എന്ന് ബാബ പറയാം. വഹാം ഗന്ദഗിക്ക് ബാത്ത് നെഹി ഹോത്തി. അവിടെയാണെങ്കിലോ ഈ അഴുക്ക് പിടിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ബാബ പറയാം. ഗരുഡ പുരാണമേ രോജക് ബാത്തേൻ ഇസ്ലിയെ ലിഖി ഹേ കി മനുഷ്യ കുച്ച് സുധരേൻ. അപ്പൊ ബാബ പറയുന്നത് ഗരുഡ പുരാണത്തിലാണെങ്കിൽ വളരെ ഭയാനകമായ രീതിയിലെല്ലാം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെന്തിനാണ്? മനുഷ്യർ നന്നാവാൻ വേണ്ടിയിട്ടാണെന്ന് ബാബ പറയാം. പരന്തു ഡ്രാമേം മനുഷ്യോം കാ സുധാരണ ഹേ നഹി. പക്ഷെ ഡ്രാമയിൽ മനുഷ്യർ പരിവർത്തനപ്പെടുക, മനുഷ്യർ നന്നാവുക, അങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ല എന്ന് പറയാം. അങ്ങനെ ഇല്ല, ഇതിലൂടെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ എന്താണ് പുസ്തകങ്ങളിൽ എഴുതിയതിലൂടെയൊന്നും മനുഷ്യർ പരിവർത്തനപ്പെട്ടിട്ടില്ല, അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് ബാബ പറയാം. അഭി ഈശ്വരീയ സ്ഥാപന ഹോ രഹി ഹെ. ഇപ്പോൾ ഈശ്വരീയ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വർ ഹി സ്വർഗ സ്ഥാപൻ കരേങ്കേന. ഈശ്വരൻ തന്നെയല്ലേ സ്വർഗത്തെ സ്ഥാപിക്കുക എന്ന് ബാബ ചോദിക്കാം. ഉൻകോ ഹി ഹെവൻലി ഗോഡ് ഫാദർ കഹാ ജാതാ ഹെ. അതായത് ഈശ്വരനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഹെവൻലി ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഈശ്വരനെ തന്നെയാണ്. സ്വർഗം സ്ഥാപിക്കുന്ന പിതാവ് എന്ന് പറയുന്നത് ആരെയാണ്? ഈശ്വരനെ തന്നെയാണ് പറയുന്നത്. ബാപ്പനെ സമझाया है वह लश्कर जो लड़ते हैं वह सब कुछ करते हैं രാജാ റാണി के लिए. ഈ യോദ്ധാക്കളൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ, അവരെന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാജാവിനും റാണിക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. യഹാം തും മായാ പർ ജീത്ത് പാത്തേ ഹോ അപ്നെ ലിയേ. ഇവിടെ നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? മായയോടാണ് യുദ്ധം ചെയ്യുന്നത്. മായയോട് നമ്മൾ യുദ്ധം ചെയ്ത് ജയിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വയത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും മായയോട് യുദ്ധം ചെയ്ത് ജയിക്കുക എന്നത് നമ്മൾ സ്വയത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. സ്വയത്തിൻ്റെ ഭാഗ്യമുണ്ടാക്കുകയാണ് നമ്മൾ. ജിത്തന കരയെങ്കെ ഉത്തന പായെങ്കെ. നിങ്ങൾ എത്രമാത്രം ചെയ്യുന്നുവോ അത്രയും നിങ്ങൾ നേടും. തുംഹർ ഏക് കോ അപ്പന തൻ മൻ ധൻ ഭാരത് കോ സ്വർഗ് ബനാനെ മേ ഖർച്ച് കർണ പड़ता है.
അപ്പം ബാബ പറയാണ്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരം, മനസ്സ്, ധനം അത് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നതിനായി നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരം, മനസ്സ്, ധനം ഇതെല്ലാം നമ്മൾ ഏതിൽ അർപ്പണമാക്കണം? ഭാരതത്തെ സ്വർഗമാക്കുന്ന കാര്യത്തിൽ നമ്മൾ അർപ്പണം ചെയ്യണം. ജിത്തന കരേങ്കെ ഉത്തന ഊഞ്ച് പത് പായെങ്കെ. ബാബ പറയുന്നത് എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നുവോ അത്രയും നിങ്ങൾ ഉയർന്ന പദവി നേടും. യഹാം രഹനേക്കാത്തോ കുച്ച് ഹേ നഹി. ഇവിടെ ഒന്നും അവശേഷിക്കില്ല എന്ന് ബാബ പറയാം. അബി കേലിയേ ഹി ഗായൻ ഹേ കിൻകി ദബി രഹേഗി ദൂൽമേ. ഈ ഒരു സമയത്ത് തന്നെയാണ് പാടപ്പെട്ടിട്ടുള്ളത്, ചിലരുടെയൊക്കെ മണ്ണിൽ പോകും. അപ്പം നമ്മൾ യഥാർത്ഥ സമയത്ത് നമ്മുടെ ശരീരം, മനസ്സ്, ധനം ഭാരതത്തെ സ്വർഗമാക്കുന്ന കാര്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ തന്നെ ഭാഗ്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പാടപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? ചിലരുടേതൊക്കെ മണ്ണിൽ പോകും. അഭി ബാബ് ആയാ ഹുവാ ഹേ തുംകോ രാജ്യഭാഗ്യ ദിലാനെ. ഇപ്പൊ ബാബ വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബാബ വന്നിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും രാജ്യഭാഗ്യം നേടിത്തരാൻ വേണ്ടി തന്നെയാണ് ബാബ വന്നിരിക്കുന്നത്. कहते हैं अब तन मन धन सब इसमें लगा दो. ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങളുടെ ശരീരം, മനസ്സ്, ധനം എല്ലാം ഇതിൽ അർപ്പണമാക്കൂ. इसने सब कुछ ന്യോച്ചാവർ കർദിയാന. അപ്പോൾ ബാബ പറയുന്നത് ഇസ്നെ, അതായത് ബ്രഹ്മ ബാബ എല്ലാം ഇതിൽ അർപ്പണമാക്കിയില്ലേ? ബാബ പറയാ, ഇൻകോ കഹാ ജാത്താ ഹേ മഹാദാനി. ബ്രഹ്മ ബാബയെ തന്നെയാണ് പറയുന്നത് എന്ത്? മഹാദാനി. കാരണം ബ്രഹ്മ ബാബ തൻ്റെ ശരീരം, മനസ്സ്, ധനം എല്ലാം, സമയം, ശ്വാസം, സങ്കല്പം എല്ലാം ബാബ അർപ്പണം ചെയ്തു അല്ലേ ഈശ്വരീയ കാര്യത്തിൽ. അതാണ് പറയുന്നത് ബാബ. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെയാണ് വിളിക്കുന്നത് എന്ത്? മഹാദാനി. വിനാശി ധൻ കാ ദാൻ കർത്തേ ഹേ തോ അവിനാശി ധൻ കാ ബി ദാൻ കർണാ ഹേ ജിത്തന ജോ ദാൻ കരേ. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾ ഈ വിനാശി ധനം ദാനം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അവിനാശി ധനവും നിങ്ങൾ ദാനം ചെയ്യണം. എത്രത്തോളം ദാനം ചെയ്യാൻ സാധിക്കുമോ അത്രയും നിങ്ങൾ അവിനാശി ധനം ദാനം ചെയ്യണം എന്ന് ബാബ പറയാം. നാമി ഗ്രാമി ദാനി ഹോത്തെ ഹേ തോ കൽത്തെ ഹേ ഫലാന ബഡ ഫൈലോന്ത്രോഫിസ്റ്റ്. അപ്പൊ ബാബ പറയണത്, അതായത് ഈ നാമിഗ്രാമി ദാനി, കുറച്ച് പ്രശസ്തരായ ആളുകളുണ്ടല്ലോ, പ്രശസ്തരായ ആളുകളെല്ലാം ഈ ദാനം ചെയ്യുമ്പോൾ അവരെന്താ പറയാ? ഇന്നയാള് വളരെ വിശാല ബുദ്ധിയുള്ള ദാനശീലനാണ് എന്ന് പറയും. കുറച്ച് പ്രശസ്തരായ ആളുകൾ ദാനം ചെയ്യുമ്പോൾ അതെല്ലാവർക്കും അറിയാൻ കഴിയുമല്ലോ. അതാ ബാബ പറയുന്നത്. അതായത് പ്രശസ്തരായ ആളുകൾ ദാനം ചെയ്യുന്ന സമയത്ത് അവരെ ഇങ്ങനെ പറയും, ഇന്നയാള് വളരെ വലിയ ദാനശീലനായിരുന്നു, അതൊക്കെ പറയും. നാം തോ ഹോത്താ ഹേന. അപ്പൊ പേരെടുക്കുമല്ലോ, പേരെന്തായാലും അറിയപ്പെടുമല്ലോ എന്ന് ബാബ പറയാം. വോ ഇൻഡയറക്റ്റ് ഈശ്വരാർത്ഥ കർത്തേ ഹേ. അവരാണെങ്കിലോ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈശ്വരാർത്ഥം ചെയ്യുന്നത്. ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആണ് അവർ ചെയ്യുന്നത്. രാജായി നെഹി സ്ഥാപൻ ഹോത്തി ഹേ. അവരാണെങ്കിലോ രാജ്യമൊന്നും സ്ഥാപിക്കുന്നില്ല എന്ന് ബാബ പറയാം. അബീതോ രാജായി സ്ഥാപൻ ഹോത്തി ഹേ. ഇപ്പോഴാണെങ്കിലോ രാജധാനി സ്ഥാപിക്കപ്പെടുകയാണ് അല്ലെ, രാജ്യം സ്ഥാപിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ബാബ പറയണത്, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ദാനം ചെയ്യൂ എന്ന് പറയാ ബാബ. ഭക്തി മാർഗമേ ഗാത്തേ ബി ഹേ ഹം വാരി ജായേങ്കെ. ഭക്തി മാർഗത്തിലും പറയുന്നുണ്ട് എന്ത്? ഞങ്ങള് സമർപ്പണമാകും. ഇസ്മേം ഖർച്ച് കുച്ച് നഹി ഹേ. ബാബ പറയണത് ഇതില് ചിലവിന്റെ യാതൊരു കാര്യവുമില്ല എന്ന് ബാബ പറയാ. ഗവൺമെന്റ് കാ കിത്തന ഖർച്ച ഹോത്താ ഹേ. ബാബ പറയുന്നത് ഗവൺമെന്റിനും എത്ര മാത്രം ചിലവാണ് എന്ന് ബാബ പറയാ. യഹാം തും ജോ കുച്ച് കർത്തേ ഹോ അപ്നെ ലിയേ. ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സ്വയത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്ന് ബാബ പറയാ.
फिर चाहे 8 की माला में आवो, चाहे 108 में, चाहे 16,108 में. ബാബ പറയുന്നത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ ദാനം ചെയ്യുന്നുണ്ടോ അതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വയത്തിന് വേണ്ടിയിട്ടാണ്. പിന്നീട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ 8ന്റെ മാലയിൽ വരും, ഇല്ലെങ്കിൽ 108ന്റെ മാലയിൽ, അല്ലെങ്കിൽ 16,108ന്റെ മാലയിൽ വരും. പാസ് വിത്ത് ഓണർ ബന്നാഹേ, പദവിയോട് കൂടി പാസ്സാകണമെന്ന് ബാബ പറയാം. ऐसा योग कमावो जो कर्मातीत अवस्था को पालो, फिर कोई सजा ना खावो. അപ്പൊ ബാബ പറയുന്നത്, അതായത് കർമാതീത അവസ്ഥ എത്തണം. നമ്മൾ കർമാതീത അവസ്ഥയിലേക്ക് എത്തണം. അതായത് യാതൊരു ശിക്ഷയും അനുഭവിക്കാതെ കർമാതീത അവസ്ഥയിൽ എത്തുന്ന വിധത്തിലുള്ള യോഗബലം നിങ്ങൾ ശേഖരിക്കൂ. അതാണ് ബാബ പറയുന്നത്. കർമാതീത അവസ്ഥയിലേക്ക് എത്തണമല്ലോ നമുക്കെല്ലാവർക്കും. അത് ശിക്ഷ അനുഭവിച്ചിട്ടല്ല ആ അവസ്ഥയിലേക്ക് എത്തേണ്ടത്. യാതൊരു ശിക്ഷയും അനുഭവിക്കാതെ കർമാതീത അവസ്ഥയിലേക്ക് എത്തൂ. അതിനായിട്ടുള്ള യോഗബലം നിങ്ങൾ ശേഖരിക്കൂ. അപ്പം നമ്മൾ യോഗബലത്തിലൂടെയാണ് നമ്മൾ ആയിത്തീരുന്നത്. അപ്പം നമുക്ക് യോഗബലം ശേഖരിക്കണം. അതാണ് ബാബ പറയുന്നത്. തും സബ് ഹോ വാരിസ്. അപ്പം ബാബ പറയുന്നത് നിങ്ങളെല്ലാവരും എന്താണ്? സമ്പത്തിന് അവകാശികളാണ്. ബാബ പറയാണ്, തും സബ് ഹോ വാരിയേഴ്സ്, തുമാരി ലഡായി ഹേ രാവൺ സെ. അപ്പൊ ബാബ പറയണത് നിങ്ങളെല്ലാവരും യോദ്ധാക്കളാണ്. തുമാരി ലഡായി ഹേ രാവൺ സെ, നിങ്ങൾ എന്തിനോടാണ് യുദ്ധം ചെയ്യുന്നത്? രാവണന്റെ അടുത്താണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. കോയി മനുഷ്യസേ നഹി ഹേ, നിങ്ങൾ എന്താണ് മനുഷ്യരുടെ അടുത്തൊന്നല്ല യുദ്ധം ചെയ്യുന്നത്, രാവണന്റെ അടുത്ത്. രാവണൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ആസുരീയ സ്വഭാവ സംസ്കാരങ്ങൾ, അതിനോട് തന്നെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ ഒരു മനുഷ്യന്റെ അടുത്തൊന്നല്ല യുദ്ധം ചെയ്യുന്നത് എന്ന് ബാബ പറയാം. നാ പാസ് ഹോനെ കെ കാരൺ ദോ കല കം ഹോ ഗയേ. അപ്പൊ ബാബ പറയണത് തോറ്റുപോയത് കാരണം എന്തുണ്ടായി? 2 കല കുറഞ്ഞിരിക്കുന്നു എന്ന് ബാബ പറയാം. ത്രേതാക്കോ ദോ കല കം സ്വർഗ് കഹേങ്കെ. ത്രേതായുഗത്തെ എന്താണ് പറയാ? 2 കല കുറഞ്ഞ സ്വർഗം, അല്ലെ? സത്യയുഗത്തിലാണ് 16 കല സമ്പൂർണ്ണൻ. ത്രേതായുഗത്തുമ്പോൾ എന്തുണ്ടാകും? 2 കല കുറയും. അപ്പൊ പക്ഷെ ത്രേതായുഗത്തെയും നമ്മൾ സ്വർഗം എന്ന് തന്നെയാണ് പറയുക. പക്ഷെ എന്ത് പറയും? 2 കല കുറഞ്ഞ സ്വർഗം എന്നാണ് പറയാ ത്രേതായുഗത്തെ. അതാ ബാബ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? തോറ്റുപോയത് കാരണമാണ് 2 കല കുറഞ്ഞത് എന്ന് ബാബ പറയാം. പുരുഷാർത്ഥത്തോ കർണ ചാഹിയേന, പുരുഷാർത്ഥം നിങ്ങൾ തീർച്ചയായും ചെയ്യണമെന്ന് ബാബ പറയാ. ബാപ്പുക്കോ പൂരാ ഫോളോ കർണാഹേ. ഇപ്പൊ ബാബ പറയണത് ബാബയെ നിങ്ങൾ പൂർണ്ണമായും ഫോളോ ചെയ്യണം. ഇസ്മേ മൻ ബുദ്ധി സേ സറണ്ടർ ഹോന ഹോത്താഹേ. ഇതിൽ നിങ്ങൾ മനസ്സും ബുദ്ധിയും നിങ്ങൾ സമർപ്പണമാക്കണം. ബാബ യഹ് സബ് കുച്ച് ആപ്കാഹേ. അതായത് ബാബ ഇതെല്ലാം താങ്കളുടേതാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ബാപ്പ് കഹേങ്കെ യഹ് സർവീസ് മേ ലഗാവോ, നിങ്ങൾ ഇതെല്ലാം സേവനത്തിൽ അർപ്പിക്കൂ എന്ന് ബാബ പറയാ. മേ ജോ തുംകോ മദ് ദേതാ ഹോ വഹ് കാര്യ കരോ, യൂണിവേഴ്സിറ്റി കോലോ സെന്റേഴ്സ് കോലോ. അപ്പൊ ബാബ പറയണത് ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണോ നൽകുന്നത് നിങ്ങൾ അതുപോലെ ചെയ്യൂ. നിങ്ങൾ യൂണിവേഴ്സിറ്റി തുറക്കൂ, അതുപോലെ എന്താണ് സെന്റേഴ്സ് തുറക്കൂ. അതാണ് ബാബ പറയുന്നത്. ബഹുത്തോം കാ കല്യാൺ ഹോ ജായേഗ. അപ്പൊ നിങ്ങൾ യൂണിവേഴ്സിറ്റി തുറക്കുക, അതുപോലെ സെന്റർ തുറക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ധാരാളം പേരുടെ മംഗളമുണ്ടാകും. ധാരാളം പേർക്ക് നന്മയുണ്ടാകും, ധാരാളം പേർക്ക് മംഗളമുണ്ടാകുമെന്ന് ബാബ പറയാം. സിർഫ് യഹ് മെസ്സേജ് ദേനാ ഹേ ബാപ്പു കോ യാദ് കരോ ഓർ വർസാലോ. അപ്പൊ ബാബ പറയുന്നത് കേവലം നിങ്ങൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾ കൊടുക്കൂ. അതായത് ബാബയെ ഓർമ്മിക്കൂ, സമ്പത്ത് നേടൂ. ഈ ഒരു മെസ്സേജ് നിങ്ങൾ കൊടുക്കാൻ പറയാണ് ബാബ. മെസ്സഞ്ചർ പൈഗംബർ തും ബച്ചേക്കോ കഹാ ജാതാ ഹേ. അതായത് ദൂതരെന്നും വഴികാട്ടിയെന്നും നിങ്ങൾ കുട്ടികളെ തന്നെയാണ് പറയുന്നത് എന്ന് ബാബ പറയാം. സബ്കോ യഹ് മെസ്സേജ് ദോ കി ബാപ്പ് ബ്രഹ്മ ദ്വാര കർത്തേ ഹേ
कि मुझे याद करो तो तुम्हारे विकर्म विनाश होगे ജീവൻ മുക്തി മിൽ ജായേഗി. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ എല്ലാവരോടും ഈ ഒരു മെസ്സേജ് കൊടുക്കണം. അതായത് എന്താണ്, ബാബ ഈ ബ്രഹ്മാവിലൂടെ നമ്മളോട് പറയുകയാണ്, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വികർമ്മങ്ങളും വിനാശമാകും, ജീവൻ മുക്തി നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കാൻ പറയാം. അതായത് ബാബ ഈ ബാബയിലൂടെ പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വികർമ്മവും വിനാശമാകും, നിങ്ങൾക്ക് ജീവൻ മുക്തിയും ലഭിക്കും. ഈ ഒരു മെസ്സേജാണ് ബാബ എല്ലാവർക്കും കൊടുക്കാൻ പറയുന്നത്. അബീഹേ ജീവൻ ബന്ധൻ ഫിർ ജീവൻ മുക്തി ഹോകെ. ഇപ്പൊ നിങ്ങൾ ജീവൻ ബന്ധനത്തിലാണെന്ന് പറയാം, പിന്നീട് എന്തുണ്ടാകും, ജീവൻ മുക്തി ഉണ്ടാകും. ബാപ്പ് കഹത്തെ ഹേ മേ ഭാരത് മേം ഹി ആത്താ ഹൂം. ബാബ എന്താ പറയുന്നത്, ഞാൻ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. യഹ് ഡ്രാമ അനാദി ബനാ ഹുവാ ഹേ. ബാബ പറയാണ്, ഈ ഡ്രാമ അനാദിയായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. കബ് ബന കബ് പൂരാ ഹോഗ. എപ്പോ ഉണ്ടായി, എപ്പോ പൂർണ്ണമാകും? യഹ് പ്രശ്ന നെഹി ഉഠ് സക്ത. ഈ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അതായത് ഈ ഡ്രാമ എപ്പോഴാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് എപ്പോഴാണ് പൂർണ്ണമാവുക, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, അതിനൊന്നും പ്രസക്തിയില്ല എന്ന് ബാബ പറയാം. അത് അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. യഹുത്തോ ഡ്രാമ അനാദി ചൽത്താഹി രക്താഹെ. ബാബ പറയുന്നത് ഈ ഡ്രാമ അനാദിയായി നടന്നുകൊണ്ടിരിക്കുക തന്നെയാണെന്ന് പറയാം. ആത്മാ കിത്തിനി ചോട്ടി ബിന്ദി ഹേ. ബാബ പറയാണ്, ആത്മാവ് എത്ര ചെറിയ ബിന്ദുവാണ്. ഉസ്മേം യഹ് അവിനാശി പാർട്ട് നൂന്താ ഹുവാ ഹേ. ആ എത്രയും സൂക്ഷ്മമായ ആ ചെറിയ ബിന്ദുവിൽ തന്നെയാണ് ഈ അവിനാശിയായിട്ടുള്ള പാർട്ട് അടങ്ങിയിരിക്കുന്നത്. കിത്തിനി ഗുഹ്യ ബാത്ത് ഹേ. ബാബ പറയണ എത്ര ഗുഹ്യമായ കാര്യങ്ങളാണ് ഇതെല്ലാം. സ്റ്റാർ മിസാൽ ചോട്ടി ബിന്ദി ഹേ. ബാബ പറയണ നക്ഷത്രത്തിന് സമാനം ചെറിയ ബിന്ദു രൂപമാണ് എന്ന് ബാബ പറയാം. മാതായേം ബി യഹ മസ്തക് പർ ബിന്ദി ദേത്തി ഹേ. മാതാക്കൾ എന്താണ്, നെറ്റിയിൽ പൊട്ടൊക്കെ തൊടാറുണ്ടല്ലോ. ബാബ പറയാം, അബി തും ബച്ചെ പുരുഷാർത്ഥ സെ അപ്നെ ആപ്കോ രാജതിലക് ദേ രഹേ ഹോ. ഇപ്പോ നിങ്ങൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്, സ്വപുരുഷാർത്ഥത്തിലൂടെ സ്വയത്തിന് രാജതിലകം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും സ്വപുരുഷാർത്ഥത്തിലൂടെ തന്നെയാണ് നമ്മൾ നമ്മളുടെ രാജതിലകം നൽകുന്നത്. तुम बाप की शिक्षा पर अच्छी रीति चलेंगे तो जैसे ही तुम अपने को राज तिलक देते हो. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ ബാബ നമുക്ക് തരുന്ന ശിക്ഷണങ്ങളുണ്ടല്ലോ, പഠിപ്പുണ്ടല്ലോ, അതിലെല്ലാം ആ നിർദ്ദേശങ്ങൾ, ബാബ തരുന്ന നിർദ്ദേശങ്ങൾ, പഠിപ്പിലൂടെയെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ നിങ്ങൾക്കു തന്നെ രാജതിലകം നൽകുകയാണ്. നമ്മൾ നമ്മളുടെ തന്നെ ഭാഗ്യം ഉണ്ടാക്കുകയാണ്. അപ്പൊ ബാബ തരുന്ന ശ്രീമതത്തിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ, അല്ലെങ്കിൽ ബാബ തരുന്ന ഓരോ പോയിന്റ്സ് അല്ലെ, അതിലൂടെയെല്ലാം നമ്മൾ നല്ല രീതിയിൽ നടക്കുക. അർത്ഥം എന്താണ്, നമ്മൾ സ്വയത്തിന്റെ ഭാഗ്യം ഉണ്ടാക്കുകയാണ്, സ്വയത്തിന് തന്നെ നമ്മൾ രാജതിലകം നൽകുകയാണ്. അതാ ബാബ പറയുന്നത്. ഏസെ നഹി കി ഇസ്മേം ആശീർവാദ് വാ കൃപ ഹോഗി. ഇങ്ങനെയില്ല, അതായത് ഇതിൽ ആശീർവാദത്തിന്റെ അല്ലെങ്കിൽ കൃപയുടെ കാര്യം, ബാബ ആശീർവാദം തരാ, കൃപ തരാ, അതിന്റെ കാര്യമൊന്നുമില്ല. ഇതിലെന്താണ്, സ്വയം പുരുഷാർത്ഥം ചെയ്യണം. സ്വയം പുരുഷാർത്ഥം ചെയ്യുക അർത്ഥം എന്താണ്, സ്വയത്തിൽ ഭാഗ്യമുണ്ടാക്കുക, അല്ലെങ്കിൽ സ്വയത്തിന് രാജതിലകം നൽകുക. അതാണ് ബാബ പറയുന്നത്. തും ഹി അപ്നേക്കോ രാജതിലക് ദേത്തേ ഹോ. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് രാജതിലകം നൽകേണ്ടത്. അസൂൽ മേം യഹ് രാജതിലക് ഹേ. വാസ്തവത്തിൽ ഇത് തന്നെയാണ് രാജതിലകം. ഫോളോ ഫാദർ കർണേ കാ പുരുഷാർത്ഥ് കർണ ഹേ, ദൂസരോം കോ നഹി ദേഖ്ന ഹേ. അപ്പൊ ബാബ പറയുന്നത് ഫോളോ ഫാദർ, ബാബയെ ഫോളോ ചെയ്യുക, അതിനുള്ള പുരുഷാർത്ഥം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. മറ്റുള്ളവരെ ഒന്നും നോക്കേണ്ടതില്ല എന്ന് ബാബ പറയാം. ഇത് തന്നെയാണ് മന്മനാഭവ. ഈ മന്മനാഭവ എന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് തിലകം ചാർത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് തിലകം ലഭിക്കുന്നത്. ഏതിലൂടെയാണ്?
ഈ മന്മനാഭവ, അതായത് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുക. അപ്പം എത്രത്തോളം നമ്മൾ ആ ഒരു പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും നമ്മൾ സ്വയത്തിൽ നമ്മൾ ഭാഗ്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്വയത്തിന് രാജതിലകം ചാർത്താണ് ചെയ്യുന്നത്. അതാണ് ബാബ പറയുന്നത്. ബാപ്പ് നെഹി ദേത്തെ ഹേ, ബാബയല്ല അത് തരുന്നത്. അപ്പം നമ്മൾ സ്വയമാണ് ചെയ്യേണ്ടതെന്ന് ബാബ പറയാം. യഹ് ഹേഹി രാജയോഗ്, ഇതിനെ തന്നെയാണ് രാജയോഗം എന്ന് പറയുന്നത്. തും ബെഗർ ടു പ്രിൻസ് ബൻതേ ഹോ, നിങ്ങൾ യാചകനിൽ നിന്നും രാജകുമാരനായിട്ട് മാറുകയാണ്. തോ കിത്തന അച്ഛാ പുരുഷാർത്ഥ കർണ ചാഹിയേ, അപ്പം നിങ്ങൾ എത്ര നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്യണം. കാരണം നമ്മൾ യാചകനിൽ നിന്നാണ് രാജകുമാരനായി മാറുന്നത്, അല്ലേ? അത്രയും തമോ പ്രധാന അവസ്ഥയിൽ നിന്നാണ് നമ്മൾ സതോ പ്രധാന അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പം നിങ്ങൾ എത്ര മാത്രം പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട് എന്ന് ബാബ ചോദിക്കുക. അത്രയും പുരുഷാർത്ഥം നമ്മൾ ചെയ്യണം. ബാബത്തെ പറയുന്നത് ഫിർ ഇൻകോ ബി ഫോളോ കർണ ഹേ, അതുമാത്രമല്ല നമ്മൾ ബ്രഹ്മ ബാബയെയും ഫോളോ ചെയ്യണമെന്ന് ബാബ പറയാം. യഹ്തോ സമജിക്ക് ബാത്ത് ഹേന, ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ എന്ന് ബാബ പറയാം. പഠായി സേ കമായി ഹോത്തി ഹേ, പഠിപ്പിലൂടെ തന്നെയാണ് എന്ത് ലഭിക്കുന്നത്, വരുമാനം ഉണ്ടാകുന്നത്. ജിത്തന ജിത്തന യോഗ് ഉത്തനി ധാരണ ഹോഗി, എത്ര നിങ്ങൾ യോഗം ചെയ്യുന്നുവോ അത്രയും നിങ്ങളിൽ ധാരണ ഉണ്ടാകും. योग में ही मेहनत है इसलिए ഭാരത് കാ രാജयोग ഗായാ ഹുവാ ഹേ, യോഗത്തിൽ തന്നെയാണ്, ഓർമ്മയിൽ തന്നെയാണ് പരിശ്രമമുള്ളത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ രാജയോഗം, അതിന് മഹിമയുണ്ട്, മഹിമ പാടപ്പെട്ടിട്ടുണ്ട് അതിന് എന്ന് ബാബ പറയാം. ബാക്കി ഗംഗാ സ്നാൻ കർത്തേ കർത്തേ തോ ആയു ബി ചലി ജായേ തോ ബി പാവൻ ബൻ നാ സകേ. അപ്പൊ ബാബ പറയുന്നത്, ബാക്കി നിങ്ങൾ ഗംഗാ സ്നാനം എത്രത്തോളം നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ ആയുസ് പൂർത്തിയായാലും കൂടി നിങ്ങൾ പാവനമായി മാറില്ല എന്ന് ബാബ പറയാം. പാവനമായി മാറാൻ കഴിയില്ല ഗംഗാ സ്നാനത്തിലൂടെയെന്ന്. അതാണ് ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഭക്തി മാർഗമേ ഈശ്വർ അർത്ഥ ഗരീബോം കോ ദേത്തെ ഹേ, ഈശ്വരാർത്ഥ ഗരീബോം കോ ദേത്തെ ഹേ. ഭക്തി മാർഗത്തിൽ എന്താണ്, നമ്മൾ ഈശ്വരാർത്ഥം നമ്മൾ പാവപ്പെട്ടവർക്കൊക്കെ ദാനം ചെയ്യുന്നുണ്ടല്ലോ. യഹാം ഫിർ खुद ईश्वर आकर गरीबों को ही विश्व की बादशाही देते हैं. ഇവിടെയാണെങ്കിലോ സ്വയം ഭഗവാൻ തന്നെ വന്നിട്ട് പാവങ്ങൾക്ക് എന്ത് നൽകുന്നു, വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകാണ്. പാവങ്ങൾ എന്നതുകൊണ്ട് ബാബു ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗുണങ്ങളും ശക്തികളും ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു, അല്ലേ? ഒന്നുമില്ലാത്ത അത്രയും താഴ്ന്ന അവസ്ഥയിലായി നമ്മൾ. അപ്പോഴാണ് ആര് വരുന്നത്, സ്വയം ഭഗവാൻ വന്ന് നമുക്ക് വിജ്ഞാനം തരുന്നതും ഗുണങ്ങളും ശക്തികളെല്ലാം നമ്മളിൽ നിറച്ച് നമ്മളെ ആരാക്കി മാറ്റുന്നു, വിശ്വത്തിന്റെ ചക്രവർത്തിമാരാക്കി മാറ്റാണ് ചെയ്യുന്നത്. ഗരീബ് നിവാസ് ഹേന, പാവങ്ങളുടെ തോഴനല്ലേ, അല്ലെ? ബാബൻ എന്താ പറയാ, ഈശ്വരൻ എന്താ പറയാ, ഏഴകളുടെ നാഥൻ, പാവങ്ങളുടെ തോഴൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഭാരത് ജോ 100% സോൾവെന്റ് ഥാ വഹ് ഇസ് സമയ 100% ഇൻസോൾവെന്റ് ഹേ. അപ്പൊ ബാബ പറയണത്, അതായത് ഭാരതം 100% അത്രയും സമ്പത്തുണ്ടായിരുന്നു ഭാരതത്തിന്, അത്രയും സമ്പന്നമായിരുന്നു ഭാരതം. അതേ ഭാരതം ഈ സമയത്ത് 100% എന്തായി മാറി, ദരിദ്രമായി മാറിയിരിക്കുന്നു എന്ന് പറയാ ബാബ. ദാൻ ഹമേശ ഗരീബോം കോ ദിയാ ജാത്താ ഹേ, ദാനം നമ്മൾ എപ്പോഴും ആർക്കാ കൊടുക്കുക, പാവങ്ങൾക്ക് തന്നെയല്ലേ കൊടുക്കുക. ബാപ്പ് കിത്തന ഊഞ്ച് ബനാത്തേ ഹേ, ബാബ നമ്മളെ എത്ര ഉയർന്നതാക്കിയിട്ടാണ് മാറ്റുന്നത്. ഏസേ ബാപ്പു കോ ഗാലി ദേത്തേ ഹേ, അതേ ബാബയെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്ലാനി ചെയ്യുന്നു. ബാപ്പ് കഹത്തെ ഹേ ഏസേ ജബ് ഗ്ലാനി കർത്തേ ഹേ തബ് മുझे ആനാ പഡ്താ ഹേ, അതായത് ഇതുപോലെ നിങ്ങൾ എന്നെ ഗ്ലാനി എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ വരുന്നത്. എപ്പോഴും നമ്മൾ ഈശ്വരനെ ഗ്ലാനി ചെയ്യുന്നത് കലിയുഗ അന്തിമത്തിൽ അത്രയും തമോ പ്രധാനമാകുമ്പോഴാണ് ബാബയെ നമ്മളെ സർവ്വവ്യാപിയും കല്ലിലും ഉള്ളിലും എല്ലാത്തിലും ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഗ്ലാനി ചെയ്യുന്നത്. അത്രയ്ക്കും മനുഷ്യർ അധപതിച്ചു കഴിഞ്ഞു, അല്ലേ? ഗുണങ്ങളും ശക്തികളും ഒന്നുമില്ലാതെ ദരിദ്രമായ അവസ്ഥയിലായി. അപ്പോഴാണ് ബാബ വരുന്നത് എന്ന് ബാബ പറയാം. ऐसे जब ग्लानी करते हैं तब मुझे आना पड़ता है.
യഹ് ബി ഡ്രാമ ബനാ ഹുവാ ഹേ, ഇതും ഡ്രാമയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബാബ പറയാം. യഹ് ബാപ്പ് ബി ഹേ ടീച്ചർ ബി ഹേ, ഇത് അച്ഛനുമാണ് അതുപോലെ ടീച്ചറുമാണ്. ബാബ പറയണ സിഖ് ലോക കഹത്തെ ഹേ സദ്ഗുരു അകാൽ, സിഖ് ലോകം എന്താ പറയുന്നത്? സദ്ഗുരു അകാലനാണ് എന്ന് പറയാറുണ്ട്. ബാക്കി ഭക്തി മാർഗക്കെ ഗുരു തോ ഡേർ ഹേ, ബാക്കി നമ്മൾ നോക്കുമ്പോൾ ഭക്തി മാർഗത്തിലാണെങ്കിലോ ധാരാളം ഗുരുക്കന്മാരുണ്ട്. അകാലക്കോ തത്ത് സിർഫ് യഹ് മിൽത്താ ഹേ, അകാലനായ ബാബയ്ക്ക് സിംഹാസനം ഇത് തന്നെയാണ് കിട്ടുക, അല്ലേ? ബാബ എപ്പോഴും ഏതിലാ വരിക? ബ്രഹ്മാ ബാബയുടെ ശരീരത്തിൽ തന്നെയാണ് വരിക. ആ സിംഹാസനം തന്നെയാണ് ബാബയ്ക്ക് ലഭിക്കുന്നത് എന്ന് ബാബ പറയാം. തും ബച്ചോം കാ ഭി തഖ്ത് യൂസ് കർത്തേ ഹോ, നിങ്ങൾ കുട്ടികളുടെ സിംഹാസനവും ഉപയോഗിക്കുന്നുണ്ട്. കഹത്തെ ഹേ മേ ഇൻമേൻ പ്രവേശ് കർ സബ് കാ കല്യാൺ കർത്താ ഹൂം, ബാബ എന്താണ് പറയുന്നത്? ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ട് എല്ലാവരുടെയും മംഗളം ചെയ്യുന്നു. ഇസ് സമയ ഇൻകാ യഹ് പാർട്ട് ഹേ, ബാബ പറയുന്നത് ഈ സമയത്ത് ബ്രഹ്മാ ബാബയ്ക്ക് ഈ പാർട്ടാണ്, അല്ലേ? ശിവബാബ അദ്ദേഹത്തിൻ്റെ അതായത് ബ്രഹ്മാബാബയുടെ ശരീരത്തിലാണ് പ്രവേശിച്ചിട്ട് നമുക്ക് ജ്ഞാനം തരുന്നതും എല്ലാവരുടെയും മംഗളം ചെയ്യുന്നതും. അപ്പോൾ ശിവബാബയുടെ പാർട്ടും ഈ സമയത്ത് എങ്ങനെയാണ്, ബ്രഹ്മാബാബയുടെ പാർട്ടും ഈ സമയത്ത് ഇങ്ങനെയാണെന്ന് പറയാം. യഹ് ബഡി സമജ്നെ കി ബാതേൻ ഹേ, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ബാബ പറയാം. നയാ കോയി സമജ് നാ സകേ, പുതിയവർക്കൊന്നും ഇതങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. അച്ഛാ, മീട്ടെ മീട്ടെ സിക്കീലതേ ബച്ചോം പ്രതി माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ബാബ ധാരണയ്ക്കുള്ള കാര്യം പറയാണ്. ധാരണ കെ ലിയെ മുഖ്യ സാർ. ഫസ്റ്റ് പോയിന്റ്, അവിനാശി ജ്ഞാൻ ധൻ കാ ദാൻ കർ മഹാദാനി ബന്ന ഹേ. അവിനാശിയായ ജ്ഞാനധനത്തിനെ ദാനം ചെയ്ത് മഹാദാനിയായി മാറണം. ജൈസെ ബ്രഹ്മ ബാപ്പിനെ अपना सब कुछ इसमें लगा दिया, ऐसे फॉलो फादर कर രാജായി में ഊഞ്ച പദ് ലേന ഹേ. അപ്പോൾ ബാബ പറയുന്നത്, എങ്ങനെയാണോ ബ്രഹ്മ ബാബ തൻ്റെ സർവ്വതും ഇതിൽ സമർപ്പിച്ചു, ഈ യജ്ഞത്തിൽ സമർപ്പിച്ചില്ലേ ബ്രഹ്മ ബാബ, സർവ്വതും സമർപ്പിച്ചു, അതുപോലെ ബാബയെ ഫോളോ ചെയ്ത് ബാബ പണ്ട് ബാബയെ ഫോളോ ചെയ്ത് നിങ്ങൾ എന്താണ് രാജ്യത്തിൽ സത്യയുഗത്തിൽ എന്ത് വേണം? വളരെ ഉയർന്ന പദവി നിങ്ങൾ നേടണം. എങ്ങനെയാണോ ബ്രഹ്മബാബ സർവ്വതും സമർപ്പിച്ച് വിശ്വത്തിൻ്റെ ചക്രവർത്തിയായി മാറിയില്ലേ ബാബ, അതുപോലെ നിങ്ങളും ബാബയെ ഫോളോ ചെയ്ത് അതുപോലെ രാജ്യത്തിൽ ഉയർന്ന പദവി നേടണമെന്ന് ബാബ പറയാം. സെക്കൻഡ് പോയിന്റ്, सजाओं से बचने के लिए ऐसा योग कमाना है जो कर्माതീത് അവസ്ഥ को പാലേ. അപ്പോൾ ബാബ പറയുന്നത്, ശിക്ഷകളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഇങ്ങനെയുള്ള യോഗബലം നിങ്ങൾ ശേഖരിക്കണം. അതായത് അത് നിങ്ങളെ കർമാതീത അവസ്ഥ നിങ്ങൾക്ക് നേടിത്തരും. കർമാതീത അവസ്ഥ നേടിത്തരുന്ന രീതിയിൽ, അതും എങ്ങനെ വേണം? ശിക്ഷകളൊന്നും അനുഭവിക്കാതെ കർമാതീത അവസ്ഥ നേടിത്തരുന്ന രീതിയിലുള്ള യോഗബലം നിങ്ങൾ ശേഖരിക്കണം എന്ന് ബാബ പറയാം. പാസ് വിത്ത് ഓണർ ബന്നേക്ക പൂരാ പുരുഷാർത്ഥ കർണ ഹേ. അതായത് പദവിയോടെ പാസ്സാകുന്നതിനുള്ള എന്താണ് മുഴുവൻ ഫുള്ളായിട്ട് നിങ്ങൾ അത്രയും നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യണം. എങ്ങനെയാകാൻ? പാസ് വിത്ത് ഓണർ, അതായത് പദവിയോടെ പാസ്സാകുക, ശിക്ഷകൾ അനുഭവിച്ചിട്ടല്ല, പദവിയോടെ പാസ്സാകാനുള്ള പുരുഷാർത്ഥവും നിങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യണമെന്ന് ബാബ പറയാം. ദൂസരോം കോ നെഹി ദേഖ്നാ ഹേ,
മറ്റുള്ളവരെ നിങ്ങൾ നോക്കേണ്ടതില്ല, അല്ലേ? മറ്റുള്ളവരെ നോക്കിയിട്ട് അവർ പുരുഷാർത്ഥം ചെയ്യുന്നില്ലല്ലോ, ഇവരിത്രയേ ചെയ്യുന്നുള്ളൂ, അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരെയെ ഫോളോ ചെയ്യേണ്ടത്? ബ്രഹ്മ ബാബയെയാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ പൂർണ്ണമായി പുരുഷാർത്ഥം നമ്മൾ ചെയ്യണം. എങ്ങനെയായിരിക്കണം എന്ന് ബാബ പറഞ്ഞത്? അതായത് കർമാതീത അവസ്ഥ നമ്മൾ നേടണം. അത് എങ്ങനെ നേടണം? ശിക്ഷകളൊന്നും അനുഭവിക്കാതെ കർമാതീത അവസ്ഥ നേടുന്ന രീതിയിലുള്ള യോഗബലം നിങ്ങൾ ശേഖരിക്കണം. അതാണ് ബാബ പറഞ്ഞിട്ടുള്ളത്. ഇനി ബാബ വരദാനം തരുന്നത് ഖഡേ നിയം और दृढ़ संकल्प द्वारा अलबेलेपन को समाप्त करने वाले ബ്രഹ്മ ബാപ് സമാൻ അഥക് ഭവ. അതായത് ബാബ പറയുന്നത് കടുത്ത നിയമം, അതുപോലെ ദൃഢസങ്കല്പം. കടുത്ത നിയമത്തിലൂടെയും ദൃഢസങ്കല്പത്തിലൂടെയും അൽബേലേപ്പൻ, അതായത് അലസതയെല്ലാം സമാപ്തമാക്കുന്ന ബ്രഹ്മ ബാബയ്ക്ക് സമാനം അക്ഷീണനായി ഭവിക്കട്ടെ. ഇതാണ് ബാബ നൽകുന്ന വരദാനം. അതായത് ബാബയുടെ എക്സ്പ്ലനേഷൻ പറയുന്നത് ब्रह्मा बाप समान अतक बनने के लिए अलबेलेपन को समाप्त करो, इसके लिए कोई खड़ा नियम बनाओ. അതായത് ബാബ പറയുന്നത് ബ്രഹ്മ ബാബയ്ക്ക് സമാനം അക്ഷീണനായി മാറുന്നതിന്. ബ്രഹ്മ ബാബ എങ്ങനെയായിരുന്നു? സദാ ഫുള്ള് ബാബ അക്ഷീണനായിട്ടാണല്ലോ സേവ ചെയ്തിരുന്നത്. അപ്പം ബ്രഹ്മ ബാബയ്ക്ക് സമാനം അക്ഷീണനായിട്ട് മാറുന്നതിനായിട്ട് ബാബ എന്താ പറയുന്നത്? നിങ്ങൾ അലസതയെ സമാപ്തമാക്കും. അലസതയെ സമാപ്തമാക്കാൻ വേണ്ടിയിട്ട് ബാബ പറയുന്നത് എന്താണ്? കടുത്ത നിയമം കൊണ്ടുവരും. നിങ്ങൾക്ക് അശ്രദ്ധ, അലസത ഇതെല്ലാം ഉണ്ടാകുമല്ലോ, അതിനെല്ലാം സമാപ്തമാക്കണം. ഇതിനായിട്ട് ബാബ പറയുന്നത് കടുത്ത നിയമം നിങ്ങൾ ഉണ്ടാക്കും. സ്വയത്തിനുണ്ടാക്കും, അല്ലേ? നമുക്കറിയാലോ ഏത് കാര്യത്തിലാണ് നമ്മൾ അലസമായിരിക്കുന്നത്, ഏത് കാര്യത്തിലാണ് നമ്മൾ അശ്രദ്ധരായിട്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ബാബ പറയുന്നത് അതിനായിട്ട് നിങ്ങൾ കടുത്ത നിയമം ഉണ്ടാക്കൂ. ദൃഢസങ്കല്പ് കരോ, അറ്റൻഷൻ ഡൂബി ചൗക്കീദാർ സദാ അലർട്ട് രഹേ തോ അൽബേലേപ്പൻ സമാപ്ത് ഹോ ജായേഗ. അപ്പോൾ ബാബ പറയുന്നത് അറ്റൻഷൻ, അതായത് ശ്രദ്ധയാകുന്ന കാവൽക്കാരൻ, സദാ അലർട്ട് രഹേ തോ, സദാ നല്ല ശ്രദ്ധയോടെ ഇരിക്കുകയാണെങ്കിൽ, അതായത് ശ്രദ്ധയാകുന്ന കാവൽക്കാരൻ സദാ വളരെ അലർട്ടായിട്ടിരിക്കുകയാണെങ്കിൽ ഈ അലസത എന്ന് പറയുന്നത് സമാപ്തമാകും. അതായത് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നതായിരിക്കണം കാവൽക്കാരൻ. ആ ശ്രദ്ധ എന്ന് പറയുന്ന കാവൽക്കാരൻ എങ്ങനെയിരിക്കണം? അലർട്ടായിരിക്കണം, സദാ അലർട്ടായിരിക്കണം. ഈ സദാ നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്ന കാവൽക്കാരൻ സദാ അലർട്ടായിരിക്കുമ്പോൾ എന്ത് സമാപ്തമാകും? അലസത സമാപ്തമാകും. പഹലെ സോക്കെ ഊപ്പർ മെഹനത്ത് കരോ ഫിർ സേവാമേ. ബാബ പറയുന്നത് ആദ്യം നിങ്ങൾ സ്വയത്തിൽ നിങ്ങൾ പരിശ്രമിക്കൂ, പിന്നീട് നിങ്ങൾ സേവനത്തിൻ്റെ കാര്യത്തിലും പരിശ്രമിക്കൂ. തബ് ധർണി പരിവർത്തൻ ഹോഗി, അപ്പോൾ ഈ ഭൂമി പരിവർത്തനപ്പെടുക തന്നെ ചെയ്യുന്ന പറയാ ബാബ. അഭി സിർഫ് കർ ലേംഗെ ഹോ ജായേഗ ഇസ് ആരാം കെ സങ്കല്പോം കെ ഡൺലപ്പ് കോ ചോടോ. അപ്പം ബാബ പറയുന്നത് ഇപ്പം നിങ്ങളിങ്ങനെ പറയുമല്ലോ, അതായത് ചെയ്യാം, അത് നടന്നോളും, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ, അതായത് വിശ്രമമായ സങ്കല്പങ്ങൾ, അതായത് ഒരു അശ്രദ്ധയാണല്ലോ ഇത് ശരിക്കും ഈ ഒരു സങ്കല്പങ്ങൾ. ചെയ്യാം, നോക്കാം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഡൺലപ്പ്, ധനഭാവാണ് ഡൺലപ്പ് മെത്താന്ന് പറയാറുണ്ടല്ലോ ബാബ. ഇങ്ങനെയുള്ള ഡൺലപ്പിനെ നിങ്ങൾ വിടൂ. അതായത് ചെയ്യാം, നോക്കാം, അതൊക്കെ ഒരു അലസതയുടെ വാക്കുകളാണ്. ഇങ്ങനെയുള്ള അതിനെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കൂ. കർണ ഹി ഹേ, ചെയ്യുക തന്നെ വേണം. യഹ് സ്ലോഗൻ മസ്തകമേം യാദ് രഹേതോ പരിവർത്തൻ ഹോ ജായേഗ. അപ്പം ബാബ പറയുന്നത് ചെയ്യുക തന്നെ വേണം. ഈ ഒരു സ്ലോഗൻ നിങ്ങൾ ബുദ്ധിയിലുണ്ടാവുകയാണെങ്കിൽ, ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ബാബ പറയുന്നത് പരിവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം എന്തായാലും ചെയ്യണം, ചെയ്യുക തന്നെ വേണം. അല്ലാതെ ചെയ്യാം, നോക്കാം, അങ്ങനെയുള്ള അലസമായ വാക്കുകൾ, അശ്രദ്ധമായ വാക്കുകളല്ല നമ്മൾ അതിനെല്ലാം ഉപേക്ഷിക്കാൻ ബാബ പറയാം. ചെയ്യുക തന്നെ വേണം എന്നുള്ള ആ സ്ലോഗനായിരിക്കണം നമ്മുടെ ബുദ്ധിയിൽ സദാ ഉണ്ടായിരിക്കേണ്ടത്, ഓർമ്മയിൽ സദാ ഉണ്ടായിരിക്കേണ്ടത് ഈ സ്ലോഗനായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ബാബ എന്താ പറയുന്നത്?
പരിവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ബാബ പറയാം. സ്ലോഗൻ: സമർത്ഥ് ബോൽ की निशानी है, जिस बोल में आत्मिक भाव और शुभ भावना हो. അപ്പോൾ ബാബ പറയുന്നത് അതായത് സമർത്ഥമായ വാക്കുകളുണ്ടല്ലോ, അതിൻ്റെ അടയാളം എന്താണ്? ഏത് വാക്കിലാണോ ആത്മീയ ഭാവവും ശുഭഭാവനയും ഉള്ളത്, അതിനെയാണ് ബാബ പറയുന്നത് എന്ത്? സമർത്ഥമായ സംഭാഷണത്തിൻ്റെ അടയാളം. സമർത്ഥമായ സംഭാഷണത്തിൻ്റെ അടയാളമാണ് ഏത് വാക്കുകളിലാണോ ആത്മീയ ഭാവവും അതുപോലെ ശുഭഭാവനയും വരുന്നത്. അതാണ് സമർത്ഥമായ സംഭാഷണത്തിൻ്റെ അടയാളം. ഈ ബാബ നമുക്ക് സമാനം തരുന്നുണ്ട്. അപ്നി ശക്തിശാലി മനസ്സാദ്വാര സകാശ് ദേനേക്ക് സേവാ കരോ. അതായത് തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് കൊടുക്കുന്നതിനുള്ള സേവനം ചെയ്യൂ. ജിത്തന ജിത്തന സമയ സമീപ് ആത്താ ജാ രഹാ ഹേ ഉത്തന വ്യർത്ഥ സങ്കല്പ ഭി ബഡ് രഹേ ഹേ. ബാബ പറയുന്നത് എത്രത്തോളം സമയം സമീപത്തിലേക്ക് വരുന്നുവോ അത്രയും വ്യർത്ഥ സങ്കല്പങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയാം. ലേക്കിൻ യഹ് ചുട്ടു ഹോനെ കെ ലിയേ ബാഹർ നിക്കൽ രഹേ ഹേ. അപ്പോൾ ബാബ പറയണത് പക്ഷേ ഇതെന്താണ്? നമ്മളുടെ കർമ്മക്കണക്കുകളെല്ലാം തീർക്കണമല്ലോ. ഈ കർമ്മക്കണക്കുകളെല്ലാം തീർക്കുന്നതിന് വേണ്ടി പുറമേ വരുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കണം അല്ലേ? അതായത് സമയം അടുക്കുന്തോറും, സമയം സമീപത്തിലേക്ക് വരുംതോറും ബാബ പറയുന്നത് വ്യർത്ഥ സങ്കല്പങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതായത് സമയം സമീപത്തേക്ക് വരുമ്പോൾ എന്തുണ്ടാകണം? നമ്മുടെ കർമ്മക്കണക്കുകൾ അവസാനിക്കേണ്ടേ? അപ്പോൾ ഈ കർമ്മക്കണക്കുകളെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുറമേ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ബാബ പറയാം. ഉനോം കാ കാം ഹേ ആന. ഈ വ്യർത്ഥ സങ്കല്പങ്ങളുടെ ജോലിയാണ് എന്ത്? വരിക എന്നുള്ളത്. ഓർ ആപ് കാ കാം ഹേ ഉട്ടി കലാ ദ്വാര സകാശ് ദ്വാര പരിവർത്തൻ കർണ. അതായത് വ്യർത്ഥ സങ്കല്പങ്ങളുടെ കാര്യമാണ് വരിക എന്നുള്ളത്. നമ്മുടെ കാര്യമാണ് എന്ത്? നമ്മളുടെ കർത്തവ്യം എന്താണ്? ഉട്ടി കലാദ്വാര, അതായത് പറക്കുന്ന കലയിലൂടെ അതുപോലെ സകാശ് കൊടുക്കുന്നതിലൂടെയെല്ലാം ഇതിനെ പരിവർത്തനം ചെയ്യുക. വ്യർത്ഥ സങ്കല്പങ്ങളെയെല്ലാം പരിവർത്തനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. വ്യർത്ഥ സങ്കല്പങ്ങളുടെ ജോലിയാണ് വരിക എന്നുള്ളത്. പക്ഷെ നമ്മുടെ ജോലി എന്താണ്? അത് പറക്കുന്ന കലയിലൂടെ അതുപോലെ സകാശ് നൽകുന്നതിലൂടെയെല്ലാം പരിവർത്തനം ചെയ്യുക എന്നുള്ളത്. ഘബരാവോ നെഹി, അതായത് പരിഭ്രമിക്കേണ്ട കാര്യമില്ല എന്ന് ബാബ പറയാ. ഉസ് കേസേക്ക് മേ നെഹി ആവോ, അതിൻ്റെ വലയത്തിലേക്ക് നിങ്ങൾ പോകാതിരുന്നാൽ മതി. നിങ്ങളല്ലാതെ പരിഭ്രമിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല എന്ന് ബാബ പറയാം. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം.
ഓം ശാന്തി.